الله الرحمن الرحيم إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز صدق الله المولان العلي العظيم. ഏറ്റവും ബഹുമാന്യരായ അധ്യക്ഷൻ മുഹമ്മദ് കോയ സഖാഫി, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ, അബു ഹനീഫ ഫൈസി, SYSന്റെ സ്റ്റേറ്റ് നേതാക്കന്മാരായ PKM സഖാഫി ഇരിങ്ങല്ലൂർ, മുഹമ്മദ് മാസ്റ്റർ പറവൂർ, ജില്ലാ സെക്രട്ടറി അബൂബക്കർ മാസ്റ്റർ പടിക്കൽ, അങ്ങനെ വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സിറാജ് പത്രത്തിൽ ഒരു ചെറിയ അറിയിപ്പ് കണ്ട് ഇവിടെയുള്ള സഹോദരന്മാരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പരിസര പ്രദേശങ്ങളിലെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെ ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ച നമ്മുടെ പൂർവീകൻ, ഒട്ടനേകം മഹത്തുക്കൾ മരണപ്പെട്ടു പോയി അവരുടെ ദറജകളെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഇവിടെ പ്രധാനമായും 2 പ്രസംഗം നടക്കാനുണ്ട്. ഒന്ന്, ഈ പരിസര പ്രദേശത്തിൻ്റെ സ്പന്ദനങ്ങളെല്ലാം നന്നായി അറിയാവുന്ന എൻ്റെ സ്നേഹിതൻ സിദ്ദീഖ് സഖാഫി, അതുപോലെ ജില്ലാ സാരഥി അബൂബക്കർ മാസ്റ്റർ, അവരുടെ പ്രസംഗം ആണ് നമ്മൾ പ്രധാനമായും എടുത്ത പ്രസംഗം. സമയമുണ്ട് എങ്കിൽ അതിനനുസരിച്ച് മറ്റു നേതാക്കന്മാരും സംസാരിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പള്ളിക്കൽ ബസാറിൽ പ്രശ്നമുണ്ടായി. ഇതുപോലുള്ള പ്രശ്നങ്ങൾ പല മഹല്ലുകളിലും ഉണ്ടായി. ചിലയിടങ്ങളിൽ പരിഹരിക്കപ്പെട്ടു, പലയിടങ്ങളിലും അത് തുടരുകയുമാണ്. പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാനമായ കാരണം സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ 2 അഭിപ്രായമുണ്ടായി എന്നതാണ്. അതിനെ തുടർന്ന് 989 സമസ്ത കേരള ജമീയത്തിനെ പുനഃസംഘടിപ്പിച്ചു എന്നതാണ്. യഥാർത്ഥത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അടുത്താണ് നീതിയും സത്യവും ഉള്ളത് എന്ന് മനസ്സിലാക്കിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, പള്ളിക്കൽ ബസാർ അടക്കമുള്ള മഹല്ലുകളിലെ ജനങ്ങൾ ആ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരുന്നപ്പോൾ കേവല ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി സംഘടിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്ത മറ്റൊരു വിഭാഗം മറ്റേ വിഭാഗത്തിൻ്റെ ഒപ്പം കൂടുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലുണ്ടായ പ്രശ്നം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്തിനു രൂപീകരിച്ചു എന്നതാണ്. എല്ലാവരും ഒരു സകല ഗുലാബിയായി ഒരു മുന്നണിയായി നീങ്ങിയാൽ മതിയായിരുന്നു എങ്കിൽ 1925 സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകരിക്കേണ്ടിയിരുന്നില്ല. അത് രൂപീകരിക്കേണ്ടി വന്നത് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ പറഞ്ഞയച്ച് കൊടുത്തയച്ച പരിശുദ്ധ ഇസ്ലാം, അഥവാ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് തന്നയച്ച ഇസ്ലാം, ആ ഇസ്ലാം യാതൊരു വ്യത്യാസവുമില്ലാതെ പരമ്പരാഗതമായി ആശയാദർശങ്ങൾ ഒന്നിച്ചു ഉറച്ചു നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ വിഷയങ്ങളിലും മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടപെടലുണ്ടായിരുന്നു എന്നല്ല, അവർ ഇടപെടേണ്ടി വന്നു എന്നതാണ് വസ്തുത. കാരണം നേരായ റൂട്ടിലൂടെ ജനങ്ങളെ സഞ്ചരിപ്പിക്കാൻ കഴിവുള്ള വിഭാഗമാണ് പാരമ്പര്യ വിശ്വാസികൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കിയ ഓരോ കാലഘട്ടത്തിലെയും സമൂഹം ആ പണ്ഡിതന്മാരുടെ അവസാനത്തെ വാക്ക് കേട്ടു എന്നതാണ് സത്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ട സമരം പരിശോധിച്ചാൽ നിങ്ങൾ നോക്കൂ. ആ പോരാട്ടത്തിന് വീര്യം പകർന്നത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതാക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് മുസ്ലിയാരെ പോലുള്ള പ്രഗത്ഭരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ സമസ്തയുടെ സാരഥികളായിക്കൊണ്ട് തന്നെ ആ ദൗത്യവും ഭംഗിയായി നിർവഹിച്ചു. അങ്ങനെ പോകുമ്പോഴാണ്
ഈ താൽക്കാലിക സുഖം അത് മാത്രം ആസ്വാദനമായി കണ്ട ആളുകൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് കൊടുത്തയച്ച പരിശുദ്ധ ഇസ്ലാം, ഇങ്ങോട്ട് ആളെ പറഞ്ഞയച്ച് തന്നയച്ച ഇസ്ലാം, ആ ഇസ്ലാമിന് കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഈ മൗലവിമാർ ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഏതൊരു സമയത്താണത്? എല്ലാ വിഷയങ്ങളും മറന്ന് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം. ആ പോരാട്ട ചരിത്രം പരിശോധിച്ചാൽ പള്ളികളിൽ ലൗഡ് സ്പീക്കറിന് പകരം അന്നുപയോഗിച്ചൊരു നഗാര പോലും സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചു എന്ന് കാണാം. ഇശാഖ് നിസ്കാരം കഴിഞ്ഞു പോകുമ്പം പള്ളിയിലെ ഉസ്താദ് ജനങ്ങളോട് പറയും, അപശബ്ദങ്ങളോ ആൾപെരുമാറ്റങ്ങളോ കേൾക്കുകയാണെങ്കിൽ നഗാരയടിക്കും, ആ ശബ്ദം കേട്ടാൽ നിങ്ങൾ പള്ളിയിലോട്ട് വരണമെന്ന് പറഞ്ഞു അയക്കുമായിരുന്നു. അങ്ങനെ അസമയത്ത് എന്തെങ്കിലും ആൾപെരുമാറ്റം കണ്ടാൽ അത് ബ്രിട്ടീഷുകാരാണെന്നറിഞ്ഞാൽ പള്ളിയിലെ മുസ്ലിയാർ നഗാരയടിക്കുന്നു. അത് കേട്ടുകൊണ്ട് പരിസരത്തെ മുഅ്മിനീങ്ങൾ പള്ളിയുടെ പരിസരത്തേക്ക് വരുന്നു. അങ്ങനെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ഈ സമുദായത്തിന്റെ ഉള്ളിൽ പെട്ടുപോയ ചില ആളുകൾ താൽക്കാലിക സുഖത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി ഇസ്ലാമിന് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ പണ്ഡിതന്മാരുടെ ഇടയിൽ രണ്ട് പ്രശ്നമുണ്ടായി. ഒന്ന് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, മറ്റൊന്ന് രാജ്യത്തിന്റെ ഉള്ളിലുള്ള മുസ്ലിങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത ഭിന്നിപ്പ്. ഇത് പരിഹരിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ കോഴിക്കോട് മൂതാക്കര പള്ളിയിൽ അന്ന് മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മൂതാക്കര പള്ളിയിൽ ഒരുമിച്ചുകൂടി വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് അവസാനം നേരായ ദീന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും കേടായതിനെ മാറ്റി നിർത്താനും വേണ്ടി നമുക്കൊരു ജമിയത്തുലമ വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ 1925 സമസ്ത കേരള ജമിയത്തുലമ രൂപീകരിക്കുകയും ചെയ്തു. സമസ്ത കേരള ജമിയത്തുലമ തുടരെയായി 16 സമ്മേളനങ്ങൾ നടത്തിയതായി കാണാം. അതിനുശേഷവും സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ അത് തുടർച്ച ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് ആദ്യമായി സമസ്ത സമ്മേളനം നടത്തുന്ന എടവണ്ണയിലാണ്, പിന്നീട് സമസ്ത സമ്മേളനം നടത്തുന്ന ചാലിയത്താണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടരെ 16 വാർഷിക സമ്മേളനം നടത്തി. ഈ വാർഷിക സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞ സമ്മേളനങ്ങളിൽ ചെയ്തതുപോലെ തർക്കുൽ മുവാലാത്ത് വായിച്ച് അവതരിപ്പിച്ച് വീണ്ടും വീണ്ടും കേൾപ്പിക്കുകയാണ് ചെയ്തത്. അഥവാ മുസ്ലിങ്ങൾ പരസ്പരമുള്ള 6 കടമകളുണ്ട്. ആ കടമകളിൽ യാതൊന്നുമായി കേരളത്തിൽ ഇപ്പോൾ ഈ പുതിയ വിഷയങ്ങളുമായി വരുന്ന മുബത്തദീങ്ങളുമായി ഉണ്ടാകാൻ പാടില്ല. അവരുമായി സലാം പറയരുത്, അവർ സലാം പറഞ്ഞാൽ മടക്കരുത്, അവരുമായി കൂടിപ്പെരുമാറരുത് തുടങ്ങി എല്ലാ വിഷയങ്ങളും അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, വളരെ വൈകി ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പട്ടിക്കാട് 1957 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അനാരോഗ്യം കാരണം രാജിവെച്ചപ്പോൾ ആ പോസ്റ്റിലേക്കാണ് 57 EK അബൂബക്കർ മുസ്ലിയാർ വരുന്നത്. 1925 മുതൽ 57 വരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഠിപ്പിച്ച തർക്കുൽ മുവാലാത്ത് അത് EK അബൂബക്കർ മുസ്ലിയാർ പരസ്യമായി പച്ച മലയാളത്തിൽ ഫത്വയായി ഇറക്കുകയുണ്ടായി. ആ ഫത്വയുടെ കോപ്പി ഞാൻ വായിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ആലിമുകൾ മൗദൂദികളുടെ പ്രസിദ്ധീകരണങ്ങളും മറ്റും പരിശോധിച്ച ശേഷം അഥവാ അവർ കടുത്ത മുബത്തദീകളാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫത്വയിൽ കാണാം. അതുപോലെ മുജാഹിദ് പോലുള്ള മുബത്തദീങ്ങളെ പറ്റിയും അദ്ദേഹം പറയുന്നത് ഇവരെല്ലാം തന്നെ മുബത്തദീങ്ങളെ എല്ലാ വിധേനയും വർജിക്കേണ്ടതാണെന്നുള്ള ഹുക്മ് പ്രസിദ്ധമാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, മുബത്തദീന്റെ മേൽ സലാം ചൊല്ലുകയോ അവരോട് സലാം അടക്കുകയോ ചെയ്യാതിരിക്കേണ്ടതാണെന്ന് ഇമാം ബുഖാരിയും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം അദ്കാർ പേജ് 206 നോക്കിയാൽ വ്യക്തമാകും. അതുകൊണ്ട് ഞാൻ ഊന്നി പറയുന്നു എന്ന് പറഞ്ഞ് EK അബൂബക്കർ മുസ്ലിയാർ 925 മുതൽ ഇവിടെ ആലിമീങ്ങൾ പഠിപ്പിച്ച കാര്യം ഒന്നുകൂടെ മലയാളത്തിൽ അദ്ദേഹം എഴുതുകയാണ്. അവർ മരിച്ചാൽ അവരുടെ മേൽ
മയ്യത്ത് നിസ്കരിക്കാനോ ജനാസയിൽ പങ്കെടുക്കാനോ പാടുള്ളതല്ല. ഇമാം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, സത്യവിശ്വാസിയുടെ മേൽ സുന്നത്തി ജമാഅത്തിനെ പിൻപറ്റുകയും മുബ്തദീകൾ വഴിപിഴച്ചവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുമായി വിട്ടുനിൽക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. അവരുമായി നിൽക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. അവരെ അധികരിപ്പിക്കുകയോ അധികരിപ്പിക്കുകയോ അടുത്ത് പെരുമാറുകയോ അവരുമായി സലാം പറയുകയോ ഒന്നിച്ചിരിക്കുകയോ അടുക്കുകയോ ആഘോഷങ്ങളിൽ അനുമോദിക്കുകയോ അവർ മരിച്ചാൽ ജനാസ നിസ്കരിക്കുകയോ പേര് പറയുമ്പോൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയോ ചെയ്യാൻ പാടില്ല. അവരുമായി വേർപെട്ട് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ശത്രുത കാണിക്കേണ്ടതാണ്. ഇത് ഉന്നത്ത് 2/89-90 പേജുകളിൽ വ്യക്തമാണ്. മേൽ വിവരിച്ച 1ഉം 2ഉം ജവാബിൽ നിന്നും ചോദ്യത്തിൽ പറയപ്പെട്ട അഥവാ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ മരണപ്പെട്ടാൽ അവരെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം മീക്കയോട്. അതിന് പറയുന്നത് മേൽ പറയപ്പെട്ടവർക്ക് നിസ്കരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മുദർരിസ് പോലോത്തവരെ പിരിച്ചുവിടേണ്ടതും അവൻ പിഴച്ച ലാലും മുറിലുമാണെന്നും വ്യക്തമാക്കിക്കൊള്ളട്ടെ എന്ന് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ ഫത്വ. ഞാൻ ചോദിക്കട്ടെ, ഈ നിലക്ക് നമ്മൾ പോരുകയായിരുന്നു. ഇങ്ങനെ പോരുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ഇത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഇവിടെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ആവശ്യമുള്ള ഒരു വിഭാഗം, അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവർ ഇതിനെതിരെ പല നീക്കങ്ങളും നടത്തി. അത് മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ ആധിപത്യം എപ്പോഴും അവർക്കാകണമെന്നും അതുവഴി എന്നും അധികാരത്തിലിരിക്കണമെന്നുമുള്ള ആഗ്രഹം കൊണ്ടാണോ എന്നറിയുകയില്ല. ഈ നിലപാടുമായി മുസ്ലിങ്ങളുടെ നേരായ വിഭാഗവുമായി മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ശൈഥില്യമുണ്ടാക്കാൻ അവർ നിരന്തരം ശ്രമിച്ചു. ഓരോ കാലഘട്ടത്തിലെ ആലിമീങ്ങളെയും അവർ മുറിവേൽപ്പിച്ചു. യഥാർത്ഥത്തിൽ അത് കൂടുതൽ പറ്റിയത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം 1957 മുതൽ 1989 വരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ ആളാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ഇടക്കാലത്ത് അദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിലും ആ രാജ്യ സമസ്ത തള്ളുകയും വീണ്ടും അദ്ദേഹം തുടരുകയും ചെയ്തു. 57 മുതൽ 89 വരെ 10 സെക്രട്ടറി ആയപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും എതിർപ്പും പ്രയാസവും ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്കാണ് അഭിമുഖീകരിക്കേണ്ടത് വന്നത്. എത്രത്തോളം? ഇന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് 54ാം വാർഷിക സമ്മേളനം നടത്തുകയാണ്. അപ്പോൾ 54 മുതൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചതെന്ന് സമസ്തയുടെ മിനിറ്റ് പരിശോധിച്ചാൽ കാണും. അതിന് അധികാരപ്പെടുത്തിയത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരിയായിരുന്നു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ചേളാരിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് 500 ഉറുപ്പിക കടം വാങ്ങിക്കൊണ്ട് സമസ്തക്ക് നേരിട്ടൊരു ശരീഅത്ത് കോളേജ് സ്ഥാപിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചു നടന്നു. സ്ഥലം ആരെങ്കിലും വഖഫ് ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് പട്ടിക്കാട് ബാപ്പു ഹാജിയെ കണ്ടുപിടിച്ചതും അദ്ദേഹത്തിന് സ്വത്ത് സമസ്ത വാങ്ങുകയും അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ഒരു തബറുക്കിന് വേണ്ടി ബഹുമാനപ്പെട്ട ബാപ്പയ്ക്ക് തങ്ങളെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ആ സ്ഥാപനം തുടങ്ങി. 54 കൊല്ലം മുമ്പ് യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികളെ ആയിരുന്നില്ല അവിടെ ചേർത്തിയത്, മുത്തവ്വൽ കുട്ടികളെ, ബിരുദധാരികളാകാൻ പ്രായമുള്ളവരെ മാത്രം. അതിന് സമസ്ത തന്നെ പറഞ്ഞ കാരണം എല്ലാവർക്കും വെല്ലൂരിൽ പോയി ഫാരിഗാകാൻ കഴിയാത്തത് കൊണ്ട് മലബാറിൽ എവിടെയെങ്കിലും നമുക്കൊരു സ്ഥാപനം വേണം, വെല്ലൂർ ബാക്കിയാത്തിനോട് കടപിടിക്കുന്ന സ്ഥാപനം വേണമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പ്രിൻസിപ്പലായിക്കൊണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് ദർസ് പഠിച്ച പഴയകാല ഫൈസിമാർ നമുക്കറിയാമല്ലോ. ഈ കേരള ചരിത്രം പരിശോധിച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാവലാളന്മാരായി തിളങ്ങിയ ആളുകളാണ് ആ കാലഘട്ടത്തിലെ ഫൈസിമാർ. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കാനുള്ള ചരടുവലി, കൊട്ടിഘോഷിക്കാത്ത ചരടുവലി, പതുക്കെയുള്ള ചരടുവലി എവിടെ? രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ.
അത് നമുക്കറിയാം. ബാഫക്ക് തങ്ങൾക്ക് ശേഷം പൂക്കോയ തങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൂത്ത മകനും പ്രസിഡന്റായ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് കരുക്കൾ നീക്കി. അബൂബക്കർ മുസ്ലിയാർ എന്തിനാണ് പട്ടിക്കാട്ടെന്ന് പുറത്താക്കുന്നത്? അദ്ദേഹം തുർക്കുൽ മുവാലാത്ത് വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന് ശിഷ്യന്മാർ തുർക്കുൽ മുവാലത്ത് പ്രചരിപ്പിക്കുന്നു. അത് നമ്മളെ മലപ്പുറത്ത് വേണ്ട, എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കണം. അങ്ങനെ 1976 കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പട്ടിക്കാടിൽ നിന്ന് പുറത്താക്കി. നമ്മളറിയണം പഴയകാല ചരിത്രം. പുതിയ ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ ഇത് കേട്ടുകേൾവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 1976 കാലഘട്ടത്തിൽ അബൂബക്കർ മുസ്ലിയാരെ പട്ടിക്കാട്ടിൽ നിന്ന് നിഷ്കരുണം പുറത്താക്കി. അദ്ദേഹം പട്ടിക്കാട് നിന്ന് പടിയിറങ്ങുമ്പോ മുത്തവ്വിൽ ബിരുദം കിട്ടാനായ 100 കണക്കിന് മുത്തഅല്ലിമീങ്ങളും പട്ടിക്കാട് നിന്ന് പടിയിറങ്ങി. ഈ കുട്ടികളെ നമ്മൾ എവിടെ കുടിയിരുത്തും? അന്ന് ജാമിയ സൈദിയ ഈ രൂപത്തിലായിട്ടില്ല. മർക്കസാണെങ്കിൽ തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അബൂബക്കർ മുസ്ലിയാർ തന്നോടൊപ്പം ഇറങ്ങിപ്പന്ന് 100 കണക്കിന് മുത്തഅല്ലിമീങ്ങളുമായി ബുദ്ധിമുട്ടായി. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് എന്ന സ്ഥലത്ത് അദ്ദേഹം ദർസ് കിട്ടി. പട്ടിക്കാടിന് നേരെ അദ്ദേഹം പൂച്ചക്കാട്ട മുദരിസായി ചേർന്നു. എന്നാൽ ഇവിടെ സമസ്തയുടെ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന അബൂബക്കർ മുസ്ലിയാർ അങ്ങ് മലബാറിന്റെ അങ്ങേ തലക്കൽ കർണാടക സ്റ്റേറ്റിനോട് അടുത്ത് നിൽക്കുന്ന കാസർഗോഡിന്റെ ഭാഗത്ത് മുദരിസായി നിന്നാൽ സമസ്തയുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുകയില്ല. മറ്റൊന്ന്, ഈ മുത്തവ്വിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗകര്യത്തിൽ ആ ദർസ് ഉപയോഗപ്പെടുത്താനും കഴിയുകയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാരെ പിന്തുണക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, അന്ന് കാസർഗോഡ് ജില്ലയില്ല, ഇന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലെ പണ്ഡിതന്മാർ തലപുകഞ്ഞാലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് തുടങ്ങുകയും അദ്ദേഹത്തിന്റെ സ്ഥാപനം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പ്രസിഡന്റായ, അതിന്റെ പ്രിൻസിപ്പളായ അദ്ദേഹം തുടരുകയും ചെയ്തത്. അദ്ദേഹം കോഴിക്കോട്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ എതിർപ്പ് കൂടി. ആ എതിർപ്പ് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ 1983 മലപ്പുറം ജില്ലാ സുന്നി സമ്മേളനത്തിൽ അബൂബക്കർ മുസ്ലിയാരെ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്ന് ഇവിടെ ചിലർ നിർബന്ധം പിടിച്ചു. മാത്രമല്ല അബൂബക്കർ മുസ്ലിയാർ വരികയാണെങ്കിൽ തന്നെ അധ്യക്ഷനാക്കാൻ പാടില്ല, ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് ഷഡ്യം പിടിച്ചു. അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ അബൂബക്കർ മുസ്ലിയാർ നേതൃത്വത്തിൽ തന്നെ ശക്തമായ പ്രവർത്തനം നമ്മൾ തുടർന്നപ്പോൾ എല്ലാ ഒടക്കിന്റെ ശക്തി നിങ്ങൾക്കറിയോ? എത്രയാണ് ഒടക്കുണ്ടായത്? 1981 സമസ്തന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ കാണാം. സമസ്ത 60ാം വാർഷിക സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ ആ സമ്മേളനം നടന്നതെന്നാണെന്നറിയോ? 85-ലാണ്. 81 തീരുമാനിച്ച സമ്മേളനം 85 വരെ നീളാൻ കാരണം ഇടയ്ക്കൊരു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും അതിനെ തുടർന്നുള്ള ലോകസഭാ തെരഞ്ഞെടുപ്പും, അങ്ങനെ 2 മാസത്തെ വൈക്കം. ആ വൈക്കമല്ല 2000, ആ ഒരു വൈകലല്ല 81 മുതൽ 85 വരെ ഉണ്ടായത്. ഈ പ്രത്യേക രാഷ്ട്രീയ കക്ഷി അങ്ങനെ ഒരു സമ്മേളനം വേണ്ട, അങ്ങനെ ഒരു സമ്മേളനം നടത്തണ്ട, ഇതിനുള്ള പണികൾ എങ്ങനെയാ? കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അദ്ദേഹമാണ് സ്വാഗത സംഘം ചെയർമാൻ. അദ്ദേഹത്തെ തിരിച്ച് ആ സമ്മേളനം എങ്ങനെയെങ്കിലും നിർത്തിവെക്കാൻ, ഒടുവിലത് നിർത്താൻ കഴിയുകയില്ലെന്ന് കണ്ടപ്പോ അതേ ഡേറ്റിൽ പുറത്താക്കപ്പെട്ട പട്ടിക്കാട് ജാമിയ നൂരിയുടെ സനത് സമ്മേളനം നടത്താനുള്ള തീരുമാനം. ഇങ്ങനെയെല്ലാം ഉടക്കുകളായപ്പോഴും അതിനെതിരെ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാരും സ്വാഗത സംഘം സെക്രട്ടറി എന്ന നിലയ്ക്ക് AP ഉസ്താദും ശക്തമായ നീക്കം നടത്തി. സമ്മേളനം നടന്നു. സമ്മേളനം കേരള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സമ്മേളനമായി. അതോടുകൂടെ തന്നെ ഈ പണ്ഡിത സംഘത്തിന്റെ ശക്തി കേരളത്തിലെ സകല മനുഷ്യന്മാർക്കും മനസ്സിലായപ്പോൾ ഇനി ഇത് തകർക്കണമെങ്കിൽ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചത് കൊണ്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും അബൂബക്കർ മുസ്ലിയാരെ അനുനയിപ്പിച്ച് ഈ പക്ഷത്തേക്ക് കൊണ്ടുവരണമെന്ന് അവരാലോചിച്ചു. ഗൂഢമായ ശ്രമം. നിങ്ങൾ നോക്കി, അടുത്ത ദിവസം കോഴിക്കോട് മുതലക്കുളത്ത് മറുഭാഗത്ത് ഉള്ളവർ സ്വാമിക്ക് സ്വീകരണം കൊടുത്തിരുന്നു.
എന്തിനാണ് സ്വാമിക്ക് സ്വീകരണം കൊടുത്തത്? സ്വാമി നമ്മുടെ ഒരു വേദിയിൽ വെച്ച് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് വെളിവില്ലെന്ന് പറഞ്ഞു. വെളിവുള്ള നേതാക്കന്മാർ നമ്മുടെ സ്റ്റേജിലും സദസ്സിലും ഉണ്ടായതുകൊണ്ട് അത് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതേ സ്വാമിക്ക് മുതലക്കുളത്തൊരു സ്വീകരണം. ആ സ്വീകരണ പൊതുയോഗത്തിലെ മുഖ്യ പ്രസംഗികനായ മുൻ MP അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു, 30 കൊല്ലം മുമ്പ് ഇതേ മുതലക്കുള മൈതാനി നമ്മളൊരു സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിലേക്ക് EK അബൂബക്കർ മുസ്ലിയാരെ കാലുമാറ്റിയത് ഇബ്രാഹിം സുലൈമാൻ സെട്ടുവാണ്, കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അന്ന് വെള്ളിമാട് കുന്നിലേക്ക് വാഹനം പോവുകയില്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ റോട്ടിൽ കാറ് നിർത്തിയിട്ട് നടന്നു പോകുമ്പോൾ ഞാൻ സെട്ട് സാഹിബിനോട് പറഞ്ഞു, EKയാണ് ആള്, വെറും കയ്യോടെ പോകാൻ പറ്റൂല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകേണ്ടി വരും, കാരണം കാല് മാറ്റാൻ പോകല്ലേ. അങ്ങനെ ഞങ്ങള് തൊട്ടടുത്ത കടയിൽ നല്ലൊരു പൊതിയും വാങ്ങിയിട്ടാണ് EK കാല് മാറ്റിയതെന്ന് അബ്ദുൽ സമദ് സമദാനി സ്വാമി സ്വീകരണ സമ്മേളനത്തിൽ മുതലക്കുളത്ത് വെച്ച് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായി നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, EK അബൂബക്കർ മുസ്ലിയാരെ കാലുമാറ്റി ലക്ഷ്യം നേടുക എന്നിവർ തീരുമാനിച്ചു. അതിന് ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടായി. എന്താണ് അതിന് കാരണമുണ്ടായതെന്നല്ലേ? മഹാനായ EK അബൂബക്കർ മുസ്ലിയാർ ഒന്നുകിൽ അദ്ദേഹം വയോവൃദ്ധനായതുകൊണ്ട് സഹിച്ച് പൊറുതിമുട്ടി വീര്യം പോയത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും കുത്തിത്തിരിപ്പിൽ പ്രായാധിക്യം കൊണ്ട് പെട്ടുപോയതേക്കാം. എന്തായാലും അദ്ദേഹത്തിന് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. അതുവരെയും അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? 1984-85 കാലഘട്ടങ്ങളിൽ ഷാബാനു കേസ് വന്നപ്പോഴും അതിനെ തുടർന്ന് ഇവിടെ വിവിധ സമുദായ വിരുദ്ധ സംഘടനകൾ മുബത്തദീങ്ങൾ ഐക്യ സമ്മേളനം നടത്തിയപ്പോഴും അതിലേക്കൊക്കെ ക്ഷണിച്ചുകൊണ്ട് സമസ്തയ്ക്ക് വന്ന ലെറ്ററിനെ ചവറ്റുകൊട്ടയിലാണ് EK സ്ഥാനം നൽകിയിരുന്നത്. EKയുടെ പ്രഖ്യാപനം എന്താണ്? ആദ്യം ഞങ്ങൾ സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കുകയും അതിന്റെ ശേഷമേ നിങ്ങളുമായി വേദി പങ്കിടുകയുള്ളൂ എന്നാണ് EK പറഞ്ഞിരുന്നത്. എത്രയോ തവണ സമസ്ത പറഞ്ഞിട്ടുണ്ട്, സമസ്തയുടെ ഔദ്യോഗിക ലെറ്റർ പേരിൽ എഴുത്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതേ ബഹുമാന്യനായ EK അബൂബക്കർ മുസ്ലിയാർ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു മീറ്റിംഗിൽ തീർത്തും അപ്രത്യക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തി. നമ്മുടെ 4ാം ക്ലാസ് പാഠപുസ്തകം അഖിലാക്കിൽ പഠിപ്പിച്ചു വരുന്ന മുജാഹിദ് ജമാഅത്ത് പോലുള്ള പുത്തൻ പ്രസ്ഥാനക്കാരോട് സലാം പറയരുത്, അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന ഭാഗം അത് നമ്മളെ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റണം എന്ന് EK യാതൊരു പ്രശ്നവുമില്ലാത്തൊരു സമയത്താണ് പറയുന്നത്. സദസ്സ് നിശബ്ദമായി. ആരാ സദസ്സിലുള്ളത്? അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയാണ്. തൊട്ടടുത്ത ചെയറിൽ നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദിർ മുസ്ലിയാരാണ്. EKയോട് ചേർന്നിരിക്കുന്നത് സുൽത്താനുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാരാണ്. അതിന് താഴെയുള്ള പണ്ഡിതന്മാരെല്ലാം ഒന്നിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ EK അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായം പറഞ്ഞത്. അന്നത്തെ സാഹചര്യത്തിൽ ശംസുൽ ഉലമ അഭിപ്രായം പറഞ്ഞാൽ ആരും അതിനെ എതിർക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും EK അബൂബക്കർ മുസ്ലിയാരെ മാനിക്കുന്ന ഒരാളുണ്ട്, അത് താജുൽ ഉലമയാണ്. താജുൽ ഉലമയ്ക്ക് EKയിലുള്ള ബഹുമാനത്തിന്റെ ഗൗരവം എത്രയാണെന്നറിയണോ നിങ്ങൾക്ക്? അദ്ദേഹം വെല്ലൂർ ബാക്കിയാത്തിൽ മുദരിസാണെന്നറിഞ്ഞപ്പോ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അടുത്തുള്ള കിതാബ് ഓത്ത് നിർത്തിയിട്ട് മുതവ്വൽ ബിരുദം കിട്ടാൻ വേണ്ടി EKയുടെ ശിഷ്യത്വം കൂടെ സ്വീകരിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് വെല്ലൂർ ബാക്കിയാത്തിലേക്ക് പുറപ്പെട്ട ആളാണ് മഹാനായ താജുൽ ഉലമ. അവിടത്തേക്ക് പുറപ്പെടാൻ നോക്കിയപ്പോഴാണ് അറിയുന്നത് EK അബൂബക്കർ മുസ്ലിയാർ അവിടെ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം കോഴിക്കോട് പറമ്പത്ത് ബസാറിൽ ദർസ് ആരംഭിക്കുകയാണ് എന്ന്. അതുകൊണ്ട് തന്നെ മുത്തവ്വലിലേക്കുള്ള യാത്ര നിർത്തിവെച്ചു. 1 വർഷം EKയുടെ ദർസിൽ ഓതിപ്പടിച്ച ആളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ആ താജുൽ ഉലമ സമസ്തയുടെ ഏത് മീറ്റിംഗിലും മുഷാവറയിലും EK കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ യോഗം ആരംഭിക്കുന്ന ആമുഖ പ്രാർത്ഥന താജുൽ ഉലമ മാത്രമേ നടത്താറുള്ളൂ. കാരണം EKയും കണ്ണിയത്തും അങ്ങനെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്.
അതുകൊണ്ട് തന്നെ അധ്യക്ഷ വേദിയിൽ 3 ചെയറിടാറുണ്ട്. ഒന്ന് കണ്ണിയത്ത് വന്നാലിരിക്കാം, 2 ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, മറ്റൊന്ന് താജുൽ ഉലമയ്ക്ക്. അങ്ങനെ പരസ്പരം ബഹുമാനമുള്ള സ്നേഹനിധികളായി കഴിയുന്ന താജുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായ പ്രകടനം കഴിഞ്ഞ ശേഷം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, മഹാനായ ശൈഖുന, ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളെ നിങ്ങൾ പഠിപ്പിച്ച ആശയം മുബത്തദീങ്ങളുമായുള്ള ബന്ധവിച്ഛേദനം, അതിന്റെ ഭാഗമായി നമ്മൾ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന കാര്യം അത് നീക്കിക്കളയണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താ പിന്നെ ദീനിന്റെ കഥ? അത് അവിടുന്ന് എന്ത് നിലക്കാണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, ശൈഖുന, അങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് ആ ഭാഗം മാറ്റാൻ പറ്റുകയില്ല എന്ന്. അപ്പോ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ താടി തടവിക്കൊണ്ട് ഈക്ക പറഞ്ഞു, എന്നാ പിന്നെ പണിണ്ട്, അടുത്ത കൊല്ലം ബുക്ക് പുതുക്കുമ്പം ആ ബുക്കാണ്ട് ഒഴിവാക്കാൻ നമുക്ക്. നിങ്ങൾക്കുള്ള പ്രശ്നം അഖിലാക്കിൽ നിന്ന് അത് ഒഴിവാക്കാനാണെങ്കിൽ ആ പുസ്തകം നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം, എന്നാലും ആ ആശയം പഠിപ്പിക്കേണ്ടതില്ല. ഈ പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ അജണ്ട ഈക്കയോട് നടപ്പാവുകയാണ്. താജുൽ ഉലമ അതിനെ എതിർക്കുകയാണ്. അതോടുകൂടെ താജുൽ ഉലമയുമായി ഞാൻ വേദി പങ്കിടുകയില്ല എന്ന് ഇ.കെ. സംഘാടകരോട് പറയാൻ തുടങ്ങി. ഇത് പതുക്കെ വലുതാവുകയാണ്. ഈ സൗന്ദര്യപ്പിണക്കം സമസ്തയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഷാബാനു കേസ് വരുന്നത്. അതുപോലെ തന്നെ എറണാകുളം സമ്മേളനം വരുന്നത്. എറണാകുളം സമ്മേളനം SYS-ൻ്റെതാണ്. അത് ദക്ഷിണ കേരള കമ്മിറ്റി, പ്രത്യേകിച്ച് തെക്കൻ മേഖലയിലെ പ്രവർത്തകന്മാരുടെ ആഗ്രഹമാണ്. അവിടുത്തെ സംസ്ഥാന സമ്മേളനം നടത്തണമെന്ന് അതിന് സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി. അതിന്റെ സമ്മേളന പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വില്ലേജിന്റെ ഖാദിയാകാൻ പോലും വിവരമില്ലാത്ത ആളാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന് പരസ്യമായി മലയാളത്തിൽ ഹിക്മത്ത് മാസികയിൽ എഴുതിയ അന്തരിച്ചു പോയ ഒരാള്. അദ്ദേഹം ആണ് സ്വാഗത സംഘം ഒരു മധ്യ കേരള സമ്മേളനം പ്രഖ്യാപിക്കുന്ന ദേശമംഗലത്ത് വെച്ച്. നോക്കൂ, ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ സമ്മേളനം. ആ സമ്മേളനം പ്രഖ്യാപിക്കുമ്പോ കേട്ടുകേൾവിയില്ലാത്ത മധ്യസമ്മേളനം. ആ മധ്യസമ്മേളനം പ്രഖ്യാപിക്കുമ്പോ ഈക്ക മധ്യസ്ഥൻ. എന്താ ഈക്ക പറയുന്നത്? സമ്മേളനം നമുക്ക് രണ്ടും നിർത്തിവെക്കുക, എന്നിട്ട് SYS-ന്റെ സമ്മേളനത്തിന് അന്ന് മറ്റൊരു സമ്മേളനം നടത്താം. ആ സമ്മേളനത്തിൽ നിങ്ങളൊക്കെ സമ്മതിക്കണം. നമ്മുടെ പ്രവർത്തകന്മാർ ശൈഖുന, ഈ സമ്മേളനം ഏതാണ്, ആരാണിത് നടത്തുന്നത്, പ്രസ്ഥാനവുമായതിന് ബന്ധമാണ്. എന്നാലും ശൈഖുന പറയുമ്പോൾ ഞങ്ങൾ കേട്ടുകൊള്ളാം. ഡേറ്റ് വേണമെങ്കിൽ മാറ്റാം, സ്ഥലം വേണമെങ്കിൽ മാറ്റാം, പക്ഷെ പ്രഖ്യാപിച്ച SYS-ന്റെ സംസ്ഥാന സമ്മേളനം മാറ്റാൻ അവിടെ നിന്ന് പറയരുത് എന്ന്. ഇതവർക്ക് ഇഷ്ടമായില്ല. നമ്മൾ അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. അവസാനം നിങ്ങൾ നോക്കൂ, ഈക്ക തന്നെ പറഞ്ഞു, 2 കൂട്ടരും സമ്മേളനം നടത്തിക്കൊള്ളൂ. തീരുമാന ഡേറ്റുകളും സമയവും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്താ അങ്ങനെ ഈക്ക പറയാനുണ്ടായ കാരണമെന്നോ? ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിൽ ഈ ചർച്ച വന്നു. 2 സമ്മേളനം പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, എന്താ ചെയ്യുക എന്ന്. അത് രണ്ടും ഒരുമിപ്പിക്കാൻ നമുക്ക് ശ്രമം നടത്താമെന്ന് ഈക്ക പറഞ്ഞു. ഈക്കന്റെ ശ്രമം എന്താണ്? SYS-ന്റെ സമ്മേളനം വേണ്ടെന്നാണ്. അതതിൻ്റെ സ്വാഗത സംഘത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളായപ്പോ വേറൊരു വിദ്യാഭ്യാസ ബോർഡിൽ ഈക്ക പറഞ്ഞു, നമുക്കതിൽ കൂടിയിരിക്കണം. അതുകൊണ്ട് സ്വാഗത സംഘത്തിൽ നിന്ന് 5 ആള്, SYS സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് 5 ആള്, മധ്യസമ്മേളനത്തിന്റെ 5 ആള്, അങ്ങനെ 15 ആളുടെ ഒരു മീറ്റിംഗ് ഫ്രാൻസിസ് റോഡിലേക്ക് നമുക്ക് വിളിക്കാമെന്ന് ഈക്ക നിർദ്ദേശം വെച്ചു. അതങ്ങനെ തന്നെ അംഗീകരിച്ചു. അങ്ങനെ ആ പരിപാടി നടക്കുന്നതിന്റെ തലേ ദിവസം ചന്ദ്രികാ പത്രത്തിൽ മധ്യസമ്മേളനത്തിന്റെ ചെറിയ കുറിയ മനുഷ്യൻ, അന്തരിച്ചു പോയ മുസ്ലിയാര്, അയാൾ ചന്ദ്രികയിൽ പ്രസ്താവന കൊടുത്തു. എന്താണ് പ്രസ്താവനയെന്നോ? മധ്യ കേരള സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഭാരവാഹികൾ 5001 ആൾ എന്നാ അവർ പറഞ്ഞത്. ഭാരവാഹികളെല്ലാം ഇന്ന സമയത്ത് സമസ്ത ഫ്രാൻസിസ് റോഡിന്റെ ഓഫീസിൽ എത്തണമെന്ന് ഈക്ക ക്ഷണിച്ചത് 15 പേര്. ആ 15 പേര് 5 പേര് SYS-ന്റെ സ്വാഗത സംഘം, 5 പേര് സംസ്ഥാന എക്സിക്യൂട്ടീവ് നിന്ന്, 5 പേര് മധ്യക്കാരിൽ നിന്ന്, മധ്യസമ്മേളനത്തിൽ നിന്ന്. എന്നാൽ ഇയാൾ പറയുന്ന സ്വാഗത സംഘം പ്രവർത്തകന്മാരൊക്കെ വരണമെന്ന്.
അന്നേ ദിവസം നിങ്ങൾ നോക്കൂ, ഇതറിഞ്ഞുകൊണ്ട് നമ്മളെ പ്രവർത്തകന്മാരും കുറെ തടിച്ചുകൂടി. ഇവരെ സ്വാഗത സംഘത്തിന്റെ മുഴുവൻ ആളുകളും ഒരുമിച്ചുകൂടി. അവിടെ വലിയ, അല്ലെങ്കിൽ തന്നെ ഫ്രാൻസിസ് റോഡ്, ലിങ്ക് റോഡ് നമുക്കറിയാലേ, കുരുസായ റോഡാണ്. അവിടെ വലിയ ജനക്കൂട്ടം രൂപപ്പെട്ടു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഹാജരായി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 10 പേരെ അവിടുന്ന് വിളിച്ചു. കൂട്ടത്തിൽ സയ്യിദ് അലി ബാഫഖി തങ്ങളെയും വിളിച്ച് അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ തായ് ഭാഗത്തിൽ നിന്ന് ഒരാൾ നേരെ ചട്ടം കെട്ടി നിർത്തിയതായിരിക്കാം. ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഷെയ്ഖുന, നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ പുറത്തുണ്ട്. ആരാണാവോ ഈ ആളെ വിളിച്ചു കൂട്ടിയത്? ഇവർ തന്നെയാണ്. അതുകൊണ്ട് അവിടെ പ്രവർത്തകന്മാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ട്. അതുകൊണ്ട് എന്താണ് ചെയ്യുക? ഈക്ക പറഞ്ഞു, 2 കൂട്ടരും സമ്മേളനം നടത്തിക്കോളൂ, 2 കൂട്ടരും നടത്തിക്കോളൂ, സമാധാനപരമായിരിക്കണം, കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഈക്ക പിരിച്ചുവിട്ടു. അങ്ങനെയാ നമ്മൾ സമ്മേളനം നടത്തിയത്. അല്ലാതെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ വിലക്ക് ലംഘിച്ചുകൊണ്ടല്ല. 2 കൂട്ടരും നടത്താൻ പറഞ്ഞപ്പോൾ നമ്മൾ സമ്മേളനം നടത്തി. ആ സമ്മേളനം നടത്തിയ നേതാക്കന്മാരെ പുറത്താക്കണമെന്ന് ഈ രാഷ്ട്രീയ കക്ഷിക്ക് നിർബന്ധം. എപ്പോഴാണ് അതിൽ തീരുമാനിച്ചതെന്നോ, മഹാനായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് കുവൈത്തിൽ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ അബൂദാബിയിൽ ഈ തക്കം നോക്കിക്കൊണ്ട് ഇവർ മീറ്റിംഗ് വിളിപ്പിക്കുകയാണ്. നമ്മളതെങ്ങനെയാ അറിഞ്ഞത്? ചേളാരിയിൽ നിർത്തിയിടാറുണ്ടായിരുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രക്കർ, ആ ട്രക്ക് വാഹനം CH സൗദത്തിന്റെ തായ് ഭാഗത്ത് അർദ്ധരാത്രി ആ സമയത്ത് നിർത്തിയിട്ടിരിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ചില പ്രവർത്തകന്മാർ അന്വേഷിച്ചപ്പോ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ചരിത്രത്തിൽ ആദ്യമായി ലീഗ് ഹൗസിൽ, ജന്മം കൊണ്ടേ ലീഗ് വിരോധിയാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെന്ന് CH മുഹമ്മദ് കോയയുടെ സ്മരണികൾ ഇന്നും നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം തനി കോൺഗ്രസുകാരനായിരുന്നു, പിന്നീട് അഖിലേന്ത്യാ ലീഗുകാരനായിരുന്നു, പിന്നെ മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു എന്നൊക്കെ ഇവർ തന്നെ പറയുന്നതാണ്. നമുക്കറിയുകയില്ല. കോൺഗ്രസുകാരനാണെന്ന് നമുക്കറിയാം. 51-ലും 53-ലും ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ കോൺഗ്രസ് വേദികളിൽ പ്രസംഗിച്ച നോട്ടീസുകളൊക്കെ എൻ്റെ കയ്യിലടക്കമുണ്ട്. അത് വേറെ കാര്യം. ഏതായാലും ഇരിക്കട്ടെ, ഈ അബൂബക്കർ മുസ്ലിയാർ അർദ്ധരാത്രിയിൽ ലീഗ് ഹൗസിൽ അന്വേഷിച്ചപ്പോൾ എന്താ സ്ഥിതി? നാളെ മുഷാവറ, പെട്ടെന്ന് മുഷാവറ. കാരണം വിളിക്കാൻ ആരുമില്ലല്ലോ, ഇവർ മാത്രമല്ലേ ഉള്ളൂ. ഇതിൽ അധ്യക്ഷം വഹിക്കേണ്ട കണ്ണിയത്ത് ഉസ്താദ് എന്തായാലും മീറ്റിങ്ങിന് വരാറില്ല. പിന്നെ അധ്യക്ഷം വഹിക്കേണ്ട താജുൽ ഉലമ ഉള്ള ആളത്താണ്, മൂപ്പരെ അറിയിക്കേണ്ട. പിന്നെ സ്വാഗതം പറയാറ് സാധാരണ റിപ്പോർട്ട് വായിക്കൽ എ.പി. അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹം കുവൈത്തിലാണ്, അദ്ദേഹത്തെ അറിയിക്കുന്നില്ലല്ലോ. പിന്നെ സീനിയർ മെമ്പറുണ്ട് നൂറുൽ ഉലമ, അദ്ദേഹത്തോട് വിവരം അറിയിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇട്ടാവട്ടത്തിൽ ആളുകളെ വിളിച്ച് കൃത്രിമമായി പടച്ചുണ്ടാക്കിയ മുഷാവറയുടെ മീറ്റിംഗ് അത് ചേരുകയാണ്. എന്തിനാണ് ചേരുന്നത്? ഇവരെ നിർദ്ദേശം, സമസ്തയിൽ നിന്ന് ആരെ പുറത്താക്കിയാലും അവർ പിന്നെ വെളിച്ചം കാണാറില്ല, അവരെ ജനങ്ങൾ തിരസ്കരിക്കലാണ്. അഖില കേരളക്ക് എന്ത് സംഭവിച്ചു? സംസ്ഥാന കേരളക്ക് എന്ത് സംഭവിച്ചു? ദീർഘകാലം സമസ്തന്റെ അധ്യക്ഷനായ സദഖത്തുൽ മൗലവിക്ക് എന്ത് സംഭവിച്ചു? അതുപോലെ എ.പിക്കും സംഭവിക്കണമെങ്കിൽ പുറത്താക്കുകയല്ലാതെ നിർവാഹമില്ല. ഇതിനു വേണ്ടിയാണ് അവർ യോഗം ചേരുന്നത്. ഇത് അറിഞ്ഞ ബഹുമാനപ്പെട്ട നമ്മുടെ കോഴിക്കോട്ടെ ഏതാനും പ്രവർത്തകന്മാർ TC മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിലും കൂടിയാലോചന നടത്തി നമ്മൾ എന്തു ചെയ്യണം. അപ്പോൾ അവർക്ക് തോന്നിയ ഒരു ഹിക്മത്ത്, നാളത്തെ മുഷാവറ ചേരരുത്. അത് ചേർന്ന് കഴിഞ്ഞാൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പുറത്താക്കണമാണ് തീരുമാനം. അങ്ങനെ പുറത്താക്കിയ വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവിടെ സുന്നികളിൽ സംഘർഷമുണ്ടാകും. ഉണ്ടായ പിണക്കങ്ങൾ പറഞ്ഞവസാനിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുമ്പുള്ള ഈ മുഷാവറത്തിൽ നിർത്തിവെക്കാൻ വേണ്ടി കോടതിയിൽ നിന്നൊരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി. സ്വാഭാവികം ഒരു ജനറൽ ബോഡി മെമ്പർ എന്ന നിലയിലാണ് TC മുഹമ്മദ് മുസ്ലിയാർ ഒരു വക്കീലിനെ സമീപിച്ചുകൊണ്ട് കോടതി ഇഞ്ചക്ഷൻ ഓർഡർ നൽകിയത്. വെറും 15 ദിവസത്തേക്ക്. എന്താ ഇഞ്ചക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ, അതിൽ ഒരാളും കോടതിയിൽ കയറേണ്ട ആവശ്യമില്ല. ഒരു വക്കീൽ കോടതിയിൽ പരാതി കൊടുക്കുന്നു, കോടതി അത് മാനിച്ചുകൊണ്ട് 15 ദിവസത്തേക്ക് യോഗം നിർത്തിവെക്കാൻ പറയുന്നു. ആ 15 ദിവസത്തോടു കൂടെ തന്നെ അത് കഴിഞ്ഞു.
പിന്നീട് അതിൻ്റെ അതിർക്ക് യോഗം ചേരാം, പിന്നെ കേസിൽ സമൻസ് വന്നാൽ വക്കീലെ നിയമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനാരും കോടതിയിൽ കയറിയ ചരിത്രമില്ല. ചുരുക്കത്തിൽ ഈ 15 ദിവസം കിട്ടിയപ്പം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അടങ്ങിയിരിക്കുകയല്ല. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, സമൂഹത്തിൽ മാന്യതയുള്ള കേസ് മുഹമ്മദ് ഹാജി അഥവാ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, യതീംഖാന കൺട്രോൾ ബോർഡ് ചെയർമാൻ പരീക്കുട്ടി ഹാജി, ഇങ്ങനെയുള്ള കാരണവന്മാരെ സമീപിച്ചുകൊണ്ട് ഈ സൗന്ദര്യ പിണക്കത്തിന് അറുതി വരുത്താൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെയും ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയെയും അന്ന് കോഴിക്കോട് വിമാനമിറങ്ങുകയില്ല, ബോംബെയിൽ ഇവർ വന്നു, അവരെ കോഴിക്കോട്ടേക്ക് എത്തിച്ചു. താജുൽ ഉലമയും വരുത്തി, KS അബ്ദുള്ളയും പരീക്കുട്ടി ഹാജിയും ഒക്കെ ചർച്ച നടത്തി. എന്താ ചെയ്യാൻ? നമുക്കൊറ്റ നിർദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എന്താ നിർദ്ദേശം? ശംസുൽ ഉലമായി അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന് ഞങ്ങളുമായി ചെറിയൊരു സൗന്ദര്യ പിണക്കം സംഭവിച്ചിരിക്കുന്നു, അത് പറഞ്ഞ് അവസാനിപ്പിക്കണം. സൗന്ദര്യ പിണക്കം ചെറുതല്ല, പക്ഷേ നമ്മൾ വലിയവരെ പറ്റി അങ്ങനെയല്ലേ പറയേണ്ടതുള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സാബാനു കേസ്. ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധി, ആ വിധി നമ്മുടെ ശരീഅത്തിന് വിരുദ്ധമായപ്പോ അതിനെതിരെ ZR അൻസാരി ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നൊരു ബില്ല്, ആ ബില്ലിൽ ശരീഅത്തിന്റെ വിഷയങ്ങൾ എന്താണെന്ന് പറയാൻ പണ്ഡിതന്മാരെ സ്വാഗതം ചെയ്യുന്നു എന്ന് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അത് സംബന്ധമായ കാര്യം ചർച്ച ചെയ്യാൻ കോഴിക്കോട് മീറ്റിംഗ് ചേർന്നു. ആ മീറ്റിംഗിൽ അബൂബക്കർ മുസ്ലിയാർ വാചാലനായി. അബൂബക്കർ മുസ്ലിയാർക്ക് താജുൽ ഉലമയുമായിട്ടൊക്കെ സൗന്ദര്യ പിണക്കമുണ്ട്, പക്ഷെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, ഈ ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തണം, പ്രധാനമന്ത്രിയെ നമ്മൾ കാണണം, ശരിയായ ശരീഅത്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ശരിയായ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് താജുൽ ഉലമയെയും AP ഉസ്താദിനെയും അതുപോലെ തന്നെ അബൂബക്കർ മുസ്ലിയാരെയും അധികാരപ്പെടുത്തി. ഇത് പത്രങ്ങളിൽ വലിയ വാർത്ത വന്നു. ആ വാർത്ത വന്നപ്പോൾ ഇവരിപ്പോ ഡൽഹിയിലും കൈകാര്യം തുടങ്ങിയോ എന്ന ചിന്ത വന്ന രാഷ്ട്രീയ കക്ഷി ഇബ്രാഹിം സുലൈമാൻ സെട്ടുവിന്റെ നേതൃത്വത്തിൽ തിരിപ്പ് നടത്തി അബൂബക്കർ മുസ്ലിയാരെ മുതൽക്കുളത്തെ സകല ഗുലാബി മൈതാനിൽ കൊണ്ടുവന്നു. ഇത് നമ്മൾ ഒരു മസ്ലഹത്തിന് വേണ്ടി ചെറിയ പ്രശ്നം പറയുകയാണ്. പക്ഷേ ഈ നമ്മുടെ നിർദ്ദേശം കേട്ടപ്പോൾ അബൂബക്കർ മുസ്ലിയാരെ KS അബ്ദുള്ള പോയി സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? സഹോദരന്മാരെ, എൻ്റെ റോളൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിൻ്റെ പന്തില്ല. നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കാണണം, നിങ്ങൾ പാണക്കാട് പോയി കാണണം, അവർ പറയും പോലെ ചെയ്യണം, സമസ്തന്റെ തീരുമാനം. മഹാനായ KS അബ്ദുള്ള 3 വട്ടം ഇതിനു വേണ്ടി കോഴിക്കോട് ചേർന്നു. 3 വട്ടം ഇതേ മറുപടിയായപ്പോൾ അതേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിന്മാറി. സഹോദരന്മാരെ, അപ്പോഴേക്ക് ആ 15 ദിവസത്തേക്കുള്ള സമയം കഴിഞ്ഞു. അവരടിയും കമ്പി സന്ദേശം അയച്ച് മുഷാവറ വിളിച്ചു. ആ മുഷാവറയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി. പ്രധാനമായി തന്നെ അധ്യക്ഷവേദിയിൽ ഇരിക്കാറുണ്ടായിരുന്ന താജുൽ ഉലമയെ അധ്യക്ഷവേദിയിലേക്ക് അടുപ്പിച്ചില്ല, പകരം KK അസ്ലത്തിനെ കൊണ്ടുപോയി കുത്തിരിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് പ്രശ്നമുണ്ടായത് കൊണ്ടല്ല, അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ തീരുമാനങ്ങളും നയവും പരസ്യമായി ലംഘിക്കുന്ന ചർച്ചകളും മറ്റും വന്നപ്പോ മഹാനായ താജുൽ ഉലമ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പോരുകയാണുണ്ടായത്. 11 പേരാണ് ഇറങ്ങിപ്പോന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറങ്ങിപ്പോന്ന ശേഷം താജുൽ ഉലമ ഒരു യൂണിയനൊന്നും കൂടിയില്ല. അദ്ദേഹം നേരെ ശൈഖിന്റെ പള്ളിയിൽ പോയി സിയാറത്ത് ചെയ്ത് വലിയുള്ളാനെ പോയി സമീപിച്ചു. സങ്കടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മഹാനായ വലിയുള്ള പറഞ്ഞു, നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. അതുകൊണ്ട് അതുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് താജുൽ ഉലമയോട് വലിയുള്ള പറഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും ശൈഖിന്റെ പള്ളിയിൽ വന്ന് സിയാറത്ത് ചെയ്ത് പള്ളിയിൽ നിസ്കരിച്ച് പിന്നീടാണ് ഈ തീരുമാനം AP ഉസ്താദിനെ അറിയിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? നേരെ വാഴക്കാട്ടേക്ക് പോയി. വാർദ്ധക്യ സഹജമായ കാരണത്താൽ വിശ്രമത്തിൽ കഴിയുന്ന അബൂബക്കർ മുസ്ലിയാരെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടുന്ന് മുഷാവറയുടെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം, പ്രശ്നങ്ങളാകെ പിടുത്തം വിട്ടിരിക്കുന്നു, ഇവിടുന്ന് മീറ്റിങ്ങിന് വരുന്നില്ല, ഇപ്പൊ ദീനിന്റെ എതിരാളുകൾ ആയി സമസ്ത മാറുകയാണ്, നമുക്ക് സങ്കടമുണ്ട്. മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് തങ്ങളെ, നിങ്ങൾ എവിടെയാണ്?
അവിടെയാണ് ഞാനുള്ളത്. എനിക്കത്രയേ പറയാൻ കഴിയുകയുള്ളൂ. ചുരുക്കത്തിൽ ജനറൽ ബോഡി നടക്കുന്നില്ല, വിഷയങ്ങൾ ചർച്ച നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പം വ്യവസ്ഥാപിതമായി ജനറൽ ബോഡി വിളിച്ചുകൂട്ടി ഉണ്ടായ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആലിമീങ്ങളോട് CM വലിയുള്ളാന്റെ അഭിപ്രായം പങ്കുവെച്ചു. ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയാ നിങ്ങൾ അറിയണം. CM വലിയുള്ളയും EK അബൂബക്കർ മുസ്ലിയും മൂത്തമ്മ മക്കളാണ്. നമ്മൾ അറിയണം. അത്രയും കുടുംബ ബന്ധമുണ്ടായിട്ട് പോലും അവരൊന്നൊക്കെ ബന്ധം വിച്ഛേദിച്ച് FP ഉസ്താദിന്റെയും താജുലുലമന്റെയും കൂടെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മുബത്തദീങ്ങൾക്കെതിരെ ഈ സമസ്ത സ്വീകരിച്ച തർക്കുൽ മുവാലാത്ത്, അതുമായി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുബത്തദീങ്ങളുമായി ഒരു ചെറിയ ചായ്വോ ചെരിവോ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ ഈ ഔലിയാക്കളൊന്നും നമ്മളോടൊപ്പം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പള്ളിക്കൽ ബസാറിലെ പ്രവർത്തകന്മാർ പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഒറ്റപ്പെട്ട വിഷയം മാത്രമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് AP ഉസ്താദിന്റെ സംഘടനയാണെന്ന് മനസ്സിലാക്കിയപ്പോ അതിനോടൊപ്പം നിന്നതാണ് നിങ്ങൾ ചെയ്തത്. അതൊരു തെറ്റല്ല, അത് ശരിയാണ്. ആ ശരിയുടെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അതിൽ നിങ്ങൾ മാത്രമല്ല, ഈ പരന്ന് കിടക്കുന്ന 10,000ങ്ങളും ഞങ്ങളെ ബന്ധുമിത്രാദികളും നിങ്ങളിൽ വരാറായി ഉണ്ടാകും. മാത്രമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തുണ്ടാക്കിയ പള്ളി അത് ഒരു പക്ഷെ താൽക്കാലികമായ ഒരു പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സത്യം തിരിച്ചു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള മാനസിക പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവായി അല്ലാഹുവിൽ തവക്കുലായി മുന്നോട്ട് നീങ്ങണം. ഞാനിവർ ഒറ്റ വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്തി. ഒറ്റ സെക്കൻഡ്, നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. മുബത്തദീങ്ങൾ നിങ്ങൾ നോക്കൂ. നമ്മുടെ യോഗത്തിൽ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട EK മുഹമ്മദ് കോയ സഖാഫിയാണ്. EK ഹസൻ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട പുത്രനാണ്. ആ EK ഹസൻ മുസ്ലിയാർ നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷനായിരുന്നു. അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് നിങ്ങൾ കാഫിറാണെന്നും ഈ സക്കറാത്തിൽ മൗത്തിന്റെ സമയത്ത് കലിമ ചൊല്ലി മുസ്ലിമായാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കത്തെഴുതിയത് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ സംസ്ഥാന പ്രസിഡന്റിന്റെ അനുഭവക്കുറിപ്പ്, ജീവിതക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ജീവിതക്കുറിപ്പ് നിങ്ങൾ വായിക്കണം സഹോദരന്മാരെ. ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ മുറിവേൽപ്പിച്ച വിഭാഗം പൊതുയോഗം നടത്തിയില്ലേ? ആ പൊതുയോഗത്തിൽ വിടുവായത്തം പറഞ്ഞില്ലേ ഒരു പ്രവാസി ലീഗിന്റെ ഫൈസി? അയാളെ പറ്റി ഈ മൗലവി എഴുതുന്നുണ്ട്. ഞാൻ പിലാത്തറ സമ്മേളനത്തിന് വേണ്ടി അറബികളെ ക്ഷണിക്കാൻ പോയപ്പോൾ ഹൃദ്രോഗമുണ്ടായി. അങ്ങനെ ഞാൻ ബോംബെയിലേക്ക് തിരിച്ചെത്തിയപ്പോ വിമാനത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെന്നെ വീൽ ചെയറിലിട്ട് ഇങ്ങനെ ഉരുട്ടുമ്പം ഒരു പരിചയമുള്ള കൈ എന്നെ സ്പർശിച്ചു. നോക്കുമ്പോ ഈ ഫൈസിയാണ്. അദ്ദേഹം എന്നെ വിമാനത്തിൽ കയറ്റി കോഴിക്കോട്ടേക്ക് എന്നെ എത്തിച്ചു. കോഴിക്കോട് നിന്ന് ടാക്സി വിളിച്ചു. ടാക്സിന്റെ കാശും അദ്ദേഹം കൊടുത്തു. മാത്രമല്ല, പിന്നീട് എന്റെ നാട്ടിൽ മുജാഹിദിന് പള്ളി നിർമ്മിക്കാൻ പിരിവിന് ഞാൻ അയാളെ സമീപിച്ചപ്പോ 100 ചാക്ക് സിമന്റ് അദ്ദേഹം എനിക്ക് നൽകുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് ഇവരൊക്കെ സുന്നത്ത് ജമാഅത്ത്. 1967 മുതൽ 980 വരെയും നീണ്ട പതിറ്റാണ്ടുകളോളം ഈ കേരള സ്റ്റേറ്റിൽ 1ഉം 2ഉം 3ഉം മന്ത്രിസ്ഥാനവും അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും എല്ലാം നേടിയ ഈ രാഷ്ട്രീയ കക്ഷി നിങ്ങൾ അറിയണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് യാതൊരു അംഗീകാരമോ ആധികാരികതയോ വഖഫ് ബോർഡിലോ ഹജ്ജ് കമ്മിറ്റിയിലോ പോലും തരാതെ നമ്മൾ അവഗണിച്ചു. 1960 സമസ്തയെടുത്ത തീരുമാനം കെഞ്ചുന്നുണ്ട് ഈ മന്ത്രിയുടെ മുന്നിൽ. ഇത് വായിച്ചാൽ കാണാം. വഖഫ് ബോർഡിൽ ഞങ്ങളെ ഒരു പണ്ഡിതനെ നിയമിക്കണമെന്ന്
അയച്ചില്ല ഇവര്. 80-ൽ നായനാര് വന്നപ്പോഴാ നമുക്ക് വഖഫ് മെമ്പർ സ്ഥാനം കിട്ടിയതെങ്കിൽ അതുവരെ നമ്മൾ അവഗണിച്ച CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്താണ് EK ഉസ്താദ് വഫാത്താകുന്നത്. ഹസൻ മുസ്ലിയാർ, നിങ്ങൾ നോക്കണം, സുന്നത്ത് ജമാഅത്തിനെ സഹായിക്കാത്തവരോട് അവർക്കുള്ള വിരോധം. മന്ത്രി വരുന്നു എന്ന് കേട്ടപ്പോ മഹാനായ ശൈഖുന EK ഹസൻ മുസ്ലിയാർ ഭക്ഷണം പേരിന് കഴിച്ച് മരുന്ന് കുടിച്ച് വലതു ഭാഗത്തേക്ക് ചുമരിന് നേരെ കിടക്കുകയാണ്. പ്രവർത്തക ഹാദിമീങ്ങളോട് പറഞ്ഞു, ഇന്ന് വരെ തന്റെ അധികാരത്തിന്റെ ദണ്ട് സുന്നത്ത് ജമാഅത്തിന് എതിരെത്തിരിക്കുകയും മുബത്തദീങ്ങൾക്ക് അനുകൂലമായ നിലപാട് മാത്രം ചെയ്യുകയും ചെയ്ത ആ മന്ത്രിയുടെ മുഖം എനിക്ക് കാണേണ്ടതില്ലെന്ന് പറഞ്ഞു ചിരിഞ്ഞു കിടക്കുകയാണ്. മന്ത്രി വന്നവിടെ ഇരുന്നു. മിനിറ്റുകൾ മുന്നോട്ട് പോയി. ഉസ്താദിനെ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഹാദിമീങ്ങൾ പറഞ്ഞു, ശൈഖുന ഇപ്പൊ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മന്ത്രി അവിടുത്തെ മുഖം കാണാതെ തിരിഞ്ഞു പോയി. എങ്കിലും മഹാനായ ശൈഖുന EK ഹസൻ മുസ്ലിയാരുടെ ആദർശമാണത്. ആ ആദർശം നിലനിർത്താൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുനഃസംഘടിപ്പിച്ചത്. ആ ആദർശത്തിന്റെ പിന്നാലെയാണ് പള്ളിക്കൽ ബസാർ സുന്നി പ്രവർത്തകന്മാര്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റക്കല്ല ഈ വിഷയത്തിൽ, ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്തുന്നു. 2 സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. 2ഉം കൈപ്പിരിവ്, ഇവിടെ പാട്ടപ്പിരിവാണ്. നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഈ പരിപാടിക്ക് വലിയ ചെലവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. മറ്റൊരു കാര്യം, അൽഹംദുലില്ലാ, നമ്മളെ പറ്റിയൊക്കെയുള്ള പ്രചരണം എന്താ, നമ്മളൊക്കെ ഇപ്പൊ സ്ഥാപനങ്ങളൊക്കെ നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടാവുകയാണ് ഇവരെ തിട്ടൂരം അംഗീകരിക്കാത്തത് കൊണ്ട് എന്നൊക്കെ. അതൊക്കെ വെറുതെയാണ്. എല്ലാ സ്ഥാപനങ്ങളും ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇവരുടെ ഏറ്റവും വിമർശനം കേൾക്കുന്ന പലരിൽ ഒരാൾ എന്ന നിലക്ക് ഞാൻ നടത്തി വരുന്ന മജ്മഅ നിങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റെ 2017 കലണ്ടർ നിങ്ങളൊക്കെ ചെറിയ സംഭാവന കൊടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി അരിയുവിൻ്റെ പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് മലപ്പുറം ജില്ലാ SVST സെക്രട്ടറി ബഹുമാനപ്പെട്ട അബൂബക്കർ മാസ്റ്റർ അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മുടെ ഈ പരിപാടിയിൽ സംഘാടകരാകുന്ന ആളുകൾക്ക് ഒരുപാട് ചെലവുകളുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് ഇതുപോലുള്ള മുഅ്മിനുകളിൽ നിന്ന് എടുക്കുന്ന പിരിവല്ലാതെ വേറെ ഫണ്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ആളുകളും പ്രവർത്തകരെ സമീപിക്കുമ്പോൾ നല്ല സംഖ്യ കൊടുക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ ഖാദർ മുസ്ലിയാർ അബൂദാബിയിൽ ഈ തക്കം നോക്കിക്കൊണ്ട് ഇവർ മീറ്റിംഗ് വിളിപ്പിക്കുകയാണ്. നമ്മളതെങ്ങനെ അറിഞ്ഞത്? ചേളാരിയിൽ നിർത്തിയിടാറുണ്ടായിരുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രക്കർ, ആ ട്രക്ക് വാഹനം CH സൗദത്തിന്റെ തായ് ഭാഗത്ത് അർദ്ധരാത്രി ആ സമയത്ത് നിർത്തിയിട്ടിരിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ചില പ്രവർത്തകന്മാർ അന്വേഷിച്ചപ്പോ മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ചരിത്രത്തിൽ ആദ്യമായി ലീഗ് ഹൗസിൽ ജന്മം കൊണ്ട് ലീഗ് വിരോധിയാണ് EK അബൂബക്കർ മുസ്ലിയാർ എന്ന് CH മുഹമ്മദ് കോയയുടെ സ്മരണകൾ ഇന്നും നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം തനി കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് അഖിലേന്ത്യാ ലീഗുകാരനായിരുന്നു, പിന്നെ മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു എന്നൊക്കെ ഇവർ തന്നെ പറയുന്നതാണ്. നമുക്കറിയുകയില്ല. കോൺഗ്രസ്സുകാരനാണെന്ന് നമുക്കറിയാം. 51-ലും 53-ലും EK അബൂബക്കർ മുസ്ലിയാർ കോൺഗ്രസ് വേദികളിൽ പ്രസംഗിച്ച നോട്ടീസുകളൊക്കെ എൻ്റെ കയ്യിലടക്കമുണ്ട്. അത് വേറെ കാര്യം. ഏതായാലും ഇരിക്കട്ടെ, ഈ അബൂബക്കർ മുസ്ലിയാർ അർദ്ധരാത്രിയിൽ ലീഗ് ഹൗസിൽ അന്വേഷിച്ചപ്പോൾ എന്താ സ്ഥിതി? നാളെ മുഷാവറ, പെട്ടെന്ന് മുഷാവറ. കാരണം വിളിക്കാൻ ആരുമില്ലല്ലോ, ഇവർ മാത്രമല്ലേ ഉള്ളൂ. ഇതിൽ അധ്യക്ഷം വഹിക്കേണ്ട കണ്ണിയത്ത് ഉസ്താദ് എന്തായാലും മീറ്റിങ്ങിന് വരാറില്ല. പിന്നെ അധ്യക്ഷം വഹിക്കേണ്ട താജുൽ ഉലമ ഉള്ളാളത്താണ്, മൂപ്പരെ അറിയിക്കണ്ട.
പിന്നെ സ്വാഗതം പറയാൻ സാധാരണ റിപ്പോർട്ട് വായിക്കൽ AP അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹം കുവൈത്തിലാണ്, അദ്ദേഹത്തെ അറിയിക്കുന്നില്ലല്ലോ. പിന്നെ സീനിയർ മെമ്പറുണ്ട് നൂറുൽ ഉലമ, അദ്ദേഹത്തോട് വിവരം അറിയിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇട്ടാവട്ടത്തിൽ ആളുകളെ വിളിച്ച് കൃത്രിമമായി പടച്ചുണ്ടാക്കിയ മുശാവറയുടെ മീറ്റിംഗ് അത് ചേരുകയാണ്. എന്തിനാണ് ചേരുന്നത്? ഇവരെ നിർദ്ദേശം സമസ്തയിൽ നിന്ന് ആരെ പുറത്താക്കിയാലും അവർ പിന്നെ വെളിച്ചം കാണാറില്ല. അവരെ ജനങ്ങൾ തിരസ്കരിക്കലാണ്. അഖില കേരളക്ക് എന്ത് സംഭവിച്ചു? സംസ്ഥാന കേരളക്ക് എന്ത് സംഭവിച്ചു? ദീർഘകാലം സമസ്തന്റെ അധ്യക്ഷനായ സദഖത്തുള്ള മൗലവിക്ക് എന്ത് സംഭവിച്ചു? അതുപോലെ ഏപ്പിക്കും സംഭവിക്കണമെങ്കിൽ പുറത്താക്കുകയല്ലാതെ നിർവാഹമില്ല. ഇതിനു വേണ്ടിയാണ് അവർ യോഗം ചേരുന്നത്. ഇത് അറിഞ്ഞ ബഹുമാനപ്പെട്ട നമ്മുടെ കോഴിക്കോട്ടെ ഏതാനും പ്രവർത്തകന്മാർ TC മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിലും കൂടിയാലോചന നടത്തി നമ്മൾ എന്തു ചെയ്യണം. അപ്പോൾ അവർക്ക് തോന്നിയ ഒരു ഹിക്മത്ത്, നാളത്തെ മുശാവറ ചേരരുത്. അത് ചേർന്ന് കഴിഞ്ഞാല് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പുറത്താക്കണമാണ് തീരുമാനം. അങ്ങനെ പുറത്താക്കിയ വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവിടെ സുന്നികളിൽ സംഘർഷമുണ്ടാകും. ഉണ്ടായ പിണക്കങ്ങൾ പറഞ്ഞവസാനിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുമ്പുള്ള ഈ മുശാവറത്തിൽ നിർത്തിവെക്കാൻ വേണ്ടി കോടതിയിൽ നിന്നൊരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി. സ്വാഭാവികം ഒരു ജനറൽ ബോഡി മെമ്പർ എന്ന നിലയിലാണ് TC മുഹമ്മദ് മുസ്ലിയാർ ഒരു വക്കീലിനെ സമീപിച്ചുകൊണ്ട് കോടതി ഇഞ്ചക്ഷൻ ഓർഡർ നൽകിയത്. വെറും 15 ദിവസത്തേക്ക്. എന്താ ഇഞ്ചക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരാളും കോടതിയിൽ കയറേണ്ട ആവശ്യമില്ല. ഒരു വക്കീൽ കോടതിയിൽ പരാതി കൊടുക്കുന്നു, കോടതി അത് മാനിച്ചുകൊണ്ട് 15 ദിവസത്തേക്ക് യോഗം നിർത്തിവെക്കാൻ പറയുന്നു. ആ 15 ദിവസത്തോടു കൂടെ തന്നെ അത് കഴിഞ്ഞു. പിന്നീട് അതിൻ്റെ അതിർക്ക് യോഗം ചേരാം. പിന്നെ കേസിൽ സമൻസ് വന്നാൽ അത് വക്കീലെ നിയമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനാരും കോടതിയിൽ കയറിയ ചരിത്രമില്ല. ചുരുക്കത്തിൽ ഈ 15 ദിവസം കിട്ടിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അടങ്ങിയിരിക്കുകയല്ല. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, സമൂഹത്തിൽ മാന്യതയുള്ള KS മുഹമ്മദ് ഹാജി അഥവാ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, യതീംഖാന കൺട്രോൾ ബോർഡ് ചെയർമാൻ പരീക്കുട്ടി ഹാജി, ഇങ്ങനെയുള്ള കാരണവന്മാരെ സമീപിച്ചുകൊണ്ട് ഈ സൗന്ദര്യ പിണക്കത്തിന് അറുതി വരുത്താൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെയും ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയെയും അന്ന് കോഴിക്കോട് വിമാനമിറങ്ങുകയില്ല. ബോംബെയിൽ ഇവർ വന്നു, അവരെ കോഴിക്കോട്ടേക്ക് എത്തിച്ചു. താജുൽ ഉലമയും വരുത്തി KS അബ്ദുള്ളയും പരീക്കുട്ടി ഹാജിയും ഒക്കെ ചർച്ച നടത്തി. എന്താ ചെയ്യാൻ? നമുക്കൊറ്റ നിർദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എന്താ നിർദ്ദേശം? ശംസുൽ ഉലമാ അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന് ഞങ്ങളുമായി ചെറിയൊരു സൗന്ദര്യ പിണക്കം സംഭവിച്ചിരിക്കുന്നു. അത് പറഞ്ഞ് അവസാനിപ്പിക്കണം. സൗന്ദര്യ പിണക്കം ചെറുതല്ല, പക്ഷേ നമ്മൾ വലിയവരെ പറ്റി അങ്ങനെയല്ലേ പറയേണ്ടതുള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സാബാനു കേസ്. ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധി, ആ വിധി നമ്മുടെ ശരീഅത്തിന് വിരുദ്ധമായപ്പോ അതിനെതിരെ ZR അൻസാരി ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നൊരു ബില്ല്. ആ ബില്ലിൽ ശരീഅത്തിന്റെ വിഷയങ്ങൾ എന്താണെന്ന് പറയാൻ പണ്ഡിതന്മാരെ സ്വാഗതം ചെയ്യുന്നു എന്ന് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അത് സംബന്ധമായ കാര്യം ചർച്ച ചെയ്യാൻ കോഴിക്കോട് മീറ്റിംഗ് ചേർന്നു. ആ മീറ്റിംഗിൽ EK അബൂബക്കർ മുസ്ലിയാർ വാചാലനായി. EK അബൂബക്കർ മുസ്ലിയാർക്ക് താജുൽ ഉലമയുമായിട്ടൊക്കെ സൗന്ദര്യ പിണക്കമുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, ഈ ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രധാനമന്ത്രിയെ നമ്മൾ കാണണം. ശരിയായ ശരീഅത്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ശരിയായ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് താജുൽ ഉലമയെയും AP ഉസ്താദിനെയും അതുപോലെ തന്നെ EK അബൂബക്കർ മുസ്ലിയാരെയും അധികാരപ്പെടുത്തി. ഇത് പത്രങ്ങളിൽ വലിയ വാർത്ത വന്നു. ആ വാർത്ത വന്നപ്പോൾ ഇവരിപ്പോ ഡൽഹിയിലും കൈകാര്യം തുടങ്ങിയോ എന്ന ചിന്ത വന്ന രാഷ്ട്രീയ കക്ഷി ഇബ്രാഹിം സുലൈമാൻ സെട്ടുവിന്റെ നേതൃത്വത്തിൽ തിരിപ്പ് നടത്തി EK അബൂബക്കർ മുസ്ലിയാരെ മുതർക്കുളത്തെ സകല ഗുലാബി മൈതാനിൽ കൊണ്ടുവന്നു. ഇതും നമ്മൾ ഒരു മസ്ലഹത്തിന് വേണ്ടി ചെറിയ പ്രശ്നം പറയുകയാണ്. പക്ഷേ ഈ നമ്മുടെ നിർദ്ദേശം കേട്ടപ്പോൾ EK അബൂബക്കർ മുസ്ലിയാരെ KS അബ്ദുള്ള പോയി സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? സഹോദരന്മാരെ, എൻ്റെ റോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിൻ്റെ പന്തില്ല. നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കാണണം, നിങ്ങൾ പാണക്കാട് പോയി കാണണം. അവർ പറയും പോലെ ചെയ്യണം. സമസ്തന്റെ തീരുമാനം. മഹാനായ KS അബ്ദുള്ള 3 വട്ടം ഇതിനു വേണ്ടി കോഴിക്കോട് ചേർന്നു. 3 വട്ടം ഇതേ മറുപടിയായപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിന്മാറി. സഹോദരന്മാരെ,
അപ്പോഴേക്ക് ആ 15 ദിവസത്തേക്കുള്ള സമയം കഴിഞ്ഞു. അവരടിയും കമ്പി സന്ദേശം അയച്ച് മുഷാവറ വിളിച്ചു. ആ മുഷാവറയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി. പ്രധാനമായി തന്നെ അധ്യക്ഷവേദിയിൽ ഇരിക്കാറുണ്ടായിരുന്ന താജുൽ ഉലമയെ അധ്യക്ഷവേദിയിലേക്ക് അടുപ്പിച്ചില്ല. പകരം KK അസ്ഹറത്തിനെ കൊണ്ടുപോയി കുത്തിരിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് പ്രശ്നമുണ്ടായത് കൊണ്ടല്ല, അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ തീരുമാനങ്ങളും നയവും പരസ്യമായി ലംഘിക്കുന്ന ചർച്ചകളും മറ്റും വന്നപ്പോ മഹാനായ താജുൽ ഉലമ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പോരുകയാണുണ്ടായത്. 11 പേരാണ് ഇറങ്ങിപ്പോന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറങ്ങിപ്പോന്ന ശേഷം താജുൽ ഉലമ ഒരു യൂണിയനൊന്നും കൂടിയില്ല. അദ്ദേഹം നേരെ ശൈഖിന്റെ പള്ളിയിൽ പോയി സിയാറത്ത് ചെയ്ത് CM വലിയുള്ളാനെ പോയി സമീപിച്ചു. സങ്കടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മഹാനായ CM വലിയുള്ള പറഞ്ഞു, നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. അതുകൊണ്ട് അതുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് താജുൽ ഉലമയോട് CM വലിയുള്ള പറഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും ശൈഖിന്റെ പള്ളിയിൽ വന്ന് സിയാറത്ത് ചെയ്ത് പള്ളിയിൽ നിസ്കരിച്ച് പിന്നീട് അടുത്ത സമ്മേളനം നടത്തുന്ന ചാലിയത്താണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടരെ 16 വാർഷിക സമ്മേളനം നടത്തി. ഈ വാർഷിക സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞ സമ്മേളനങ്ങളിൽ ചെയ്തതുപോലെ തർക്കുൽ മുവാലാത്ത് വായിച്ച് അവതരിപ്പിച്ച് വീണ്ടും വീണ്ടും കേൾപ്പിക്കുകയാണ് ചെയ്തത്. അഥവാ മുസ്ലിങ്ങൾ പരസ്പരമുള്ള 6 കടമകളുണ്ട്. ആ കടമകളിൽ യാതൊന്നുമായി കേരളത്തിൽ ഇപ്പോൾ ഈ പുതിയ വിഷയങ്ങളുമായി വരുന്ന മുബത്തദീങ്ങളുമായി ഉണ്ടാകാൻ പാടില്ല. അവരുമായി സലാം പറയരുത്, അവർ സലാം പറഞ്ഞാൽ മടക്കരുത്, അവരുമായി കൂടിപ്പെരുമാറരുത് തുടങ്ങി എല്ലാ വിഷയങ്ങളും അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, വളരെ വൈകി ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പട്ടിക്കാട് 1957 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അനാരോഗ്യം കാരണം രാജിവെച്ചപ്പോൾ ആ പോസ്റ്റിലേക്കാണ് 57 EK അബൂബക്കർ മുസ്ലിയാർ വരുന്നത്. 1925 മുതൽ 57 വരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഠിപ്പിച്ച തർക്കുൽ മുവാലാത്ത് അത് EK അബൂബക്കർ മുസ്ലിയാർ പരസ്യമായി പച്ച മലയാളത്തിൽ ഫത്വയായി ഇറക്കുകയുണ്ടായി. ആ ഫത്വയുടെ കോപ്പി ഞാൻ വായിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ആലിമുകൾ മൗദൂദികളുടെ പ്രസിദ്ധീകരണങ്ങളും മറ്റും പരിശോധിച്ച ശേഷം, അഥവാ അവർ കടുത്ത മുബത്തദീകളാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫത്വയിൽ കാണാം. അതുപോലെ മുജാഹിദ് പോലുള്ള മുബത്തദീങ്ങളെ പറ്റിയും അദ്ദേഹം പറയുന്നത് ഇവരെല്ലാം തന്നെ മുബത്തദീങ്ങളെ എല്ലാ വിധേനയും വർജിക്കേണ്ടതാണെന്നുള്ള ഹുക്മ് പ്രസിദ്ധമാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, മുബത്തദീന്റെ മേൽ സലാം ചൊല്ലുകയോ അവരോട് സലാം അടക്കുകയോ ചെയ്യാതിരിക്കേണ്ടതാണെന്ന് ഇമാം ബുഖാരിയും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം അദ്കാർ പേജ് 206 നോക്കിയാൽ വ്യക്തമാകും. അതുകൊണ്ട് ഞാൻ ഊന്നി പറയുന്നു എന്ന് പറഞ്ഞ് EK അബൂബക്കർ മുസ്ലിയാർ 925 മുതൽ ഇവിടെ ആലിമീങ്ങൾ പഠിപ്പിച്ച കാര്യം ഒന്നുകൂടെ മലയാളത്തിൽ അദ്ദേഹം എഴുതുകയാണ്. അവർ മരിച്ചാൽ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാനോ ജനാസയിൽ പങ്കെടുക്കാനോ പാടുള്ളതല്ല. ഇമാം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, സത്യവിശ്വാസിയുടെ മേൽ സുന്നത്തി ജമാഅത്തിനെ പിൻപറ്റുകയും മുബത്തദീകൾ വഴിപിഴച്ചവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുമായി വിട്ടുനിൽക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. അവരുമായി നിൽക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. അവരെ അധികരിപ്പിക്കുകയോ അടുത്ത് പെരുമാറുകയോ അവരുമായി സലാം പറയുകയോ ഒന്നിച്ചിരിക്കുകയോ അടുക്കുകയോ ആഘോഷങ്ങളിൽ അനുമോദിക്കുകയോ അവർ മരിച്ചാൽ ജനാസ നിസ്കരിക്കുകയോ പേര് പറയുമ്പോൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയോ ചെയ്യാൻ പാടില്ല. അവരുമായി വേർപെട്ട് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ശത്രുത കാണിക്കേണ്ടതാണ്. ഇത് ഉന്നത്ത് 2/89-90 പേജുകളിൽ വ്യക്തമാണ്. മേൽ വിവരിച്ച 1ഉം 2ഉം ജവാബിൽ നിന്നും ചോദ്യത്തിൽ പറയപ്പെട്ട അഥവാ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ മരണപ്പെട്ടാൽ അവരെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം മീക്കയോട്. അതിന് പറയുന്നത് മേൽ പറയപ്പെട്ടവർക്ക് നിസ്കരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മുദർരിസ് പോലോത്തവരെ
അവരെ പിരിച്ചുവിടേണ്ടതും അവൻ പിഴച്ച ലാലും മുറിലുമാണെന്നും വ്യക്തമാക്കിക്കൊള്ളട്ടെ എന്ന് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ഫത്വ. ഞാൻ ചോദിക്കട്ടെ, ഈ നിലക്ക് നമ്മൾ പോരുകയായിരുന്നു. ഇങ്ങനെ പോരുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ഇത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഇവിടെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ആവശ്യമുള്ള ഒരു വിഭാഗം, അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവർ ഇതിനെതിരെ പല നീക്കങ്ങളും നടത്തി. അത് മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ ആധിപത്യം എപ്പോഴും അവർക്കാകണമെന്നും അതുവഴി എന്നും അധികാരത്തിലിരിക്കണമെന്നുമുള്ള ആഗ്രഹം കൊണ്ടാണോ എന്നറിയുകയില്ല. ഈ നിലപാടുമായി മുസ്ലിങ്ങളുടെ നേരായ വിഭാഗവുമായി മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ശൈഥില്യമുണ്ടാക്കാൻ അവർ നിരന്തരം ശ്രമിച്ചു. ഓരോ കാലഘട്ടത്തിലെ ആലിമീങ്ങളെയും അവർ മുറിവേൽപ്പിച്ചു. യഥാർത്ഥത്തിൽ അത് കൂടുതൽ പറ്റിയത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം 1957 മുതൽ 1989 വരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ ആളാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ഇടക്കാലത്ത് അദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിലും ആ രാജ്യ സമസ്ത തള്ളുകയും വീണ്ടും അദ്ദേഹം തുടരുകയും ചെയ്തു. 57 മുതൽ 89 വരെ പതിറ്റാണ്ടുകൾ സെക്രട്ടറി ആയപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും എതിർപ്പും പ്രയാസവും ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്കാണ് അഭിമുഖീകരിക്കേണ്ടത് വന്നത്. എത്രത്തോളം? ഇന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് 54-ാം വാർഷിക സമ്മേളനം നടത്തുകയാണ്. അപ്പോൾ 54 മുതൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചതെന്ന് സമസ്തയുടെ മിനിറ്റ് പരിശോധിച്ചാൽ കാണും. അതിന് അധികാരപ്പെടുത്തിയത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരിയായിരുന്നു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ചേളാരിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് 500 ഉറുപ്പിക കടം വാങ്ങിക്കൊണ്ട് സമസ്തക്ക് നേരിട്ടൊരു ശരീഅത്ത് കോളേജ് സ്ഥാപിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചു നടന്നു. സ്ഥലം ആരെങ്കിലും വഖഫ് ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് പട്ടിക്കാട് ബാപ്പു ഹാജിയെ കണ്ടുപിടിച്ചതും അദ്ദേഹത്തിന് സ്വത്ത് സമസ്ത വാങ്ങുകയും അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ഒരു തബറുക്കിന് വേണ്ടി ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ആ സ്ഥാപനം തുടങ്ങി. 54 കൊല്ലം മുമ്പ് യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികളെ ആയിരുന്നില്ല അവിടെ ചേർത്തിയത്, മുത്തവ്വൽ കുട്ടികളെ, ബിരുദധാരികളാകാൻ പ്രായമുള്ളവരെ മാത്രം. അതിന് സമസ്ത തന്നെ പറഞ്ഞ കാരണം എല്ലാവർക്കും വെല്ലൂരിൽ പോയി ഫാരിഗാകാൻ കഴിയാത്തത് കൊണ്ട് മലബാറിൽ എവിടെയെങ്കിലും നമുക്കൊരു സ്ഥാപനം വേണം, വെല്ലൂർ ബാക്കിയാത്തിനോട് കടപിടിക്കുന്ന സ്ഥാപനം വേണമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പ്രിൻസിപ്പലായിക്കൊണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് ദർസ് പഠിച്ച പഴയകാല ഫൈസിമാർ നമുക്കറിയാമല്ലോ. ഈ കേരള ചരിത്രം പരിശോധിച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാവലാളന്മാരായി തിളങ്ങിയ ആളുകളാണ് ആ കാലഘട്ടത്തിലെ ഫൈസിമാർ. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കാനുള്ള ചരട് വലി, കൊട്ടിഘോഷിക്കാത്ത ചരട് വലി, പതുക്കെയുള്ള ചരട് വലി എവിടെ? രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ. അത് നമുക്കറിയാം. ബാഫക്ക് തങ്ങൾക്ക് ശേഷം പൂക്കോയ തങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൂത്ത മകനും പ്രസിഡന്റായ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് കരുക്കൾ നീക്കി. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്തിനാണ് പട്ടിക്കാട്ടെന്ന് പുറത്താക്കുന്നത്? അദ്ദേഹം തുർക്കുൽ മുവാലാത്ത് വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തുർക്കുൽ മുവാലാത്ത് ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ് സദഖല്ലാഹുൽ മൗലാനൽ അലിയുൽ അലീം. ഏറ്റവും ബഹുമാന്യരായ അധ്യക്ഷൻ മുഹമ്മദ് കോയ സഖാഫി, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ, അബൂ ഹനീഫ ഫൈസി, SYSന്റെ സ്റ്റേറ്റ് നേതാക്കന്മാരായ PKM സഖാഫി ഇരിങ്ങല്ലൂർ, മുഹമ്മദ് മാസ്റ്റർ പറവൂർ, ജില്ലാ സെക്രട്ടറി അബൂബക്കർ മാസ്റ്റർ പടിക്കൽ, അങ്ങനെ വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സിറാജ് പത്രത്തിൽ ഒരു ചെറിയ അറിയിപ്പ് കണ്ട് ഇവിടെയുള്ള സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി
പരിസര പ്രദേശങ്ങളിലെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെ ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ച നമ്മുടെ പൂർവീകൻ, ഒട്ടനേകം മഹത്തുക്കൾ മരണപ്പെട്ടു പോയി അവരുടെ ദറജകളെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഇവിടെ പ്രധാനമായും 2 പ്രസംഗം നടക്കാനുണ്ട്. ഒന്ന്, ഈ പരിസര പ്രദേശത്തിൻ്റെ സ്പന്ദനങ്ങളെല്ലാം നന്നായി അറിയാവുന്ന എൻ്റെ സ്നേഹിതൻ സിദ്ദീഖ് സഖാഫി, അതുപോലെ ജില്ലാ സാരഥി അബൂബക്കർ മാസ്റ്റർ, അവരുടെ പ്രസംഗം ആണ് നമ്മൾ പ്രധാനമായി ഇവിടുത്തെ പ്രസംഗം. സമയമുണ്ട് എങ്കിൽ അതിനനുസരിച്ച് മറ്റു നേതാക്കന്മാരും സംസാരിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പള്ളിക്കൽ ബസാറിൽ പ്രശ്നമുണ്ടായി. ഇതുപോലുള്ള പ്രശ്നങ്ങൾ പല മഹല്ലുകളിലും ഉണ്ടായി. ചിലയിടങ്ങളിൽ പരിഹരിക്കപ്പെട്ടു, പലയിടങ്ങളിലും അത് തുടരുകയുമാണ്. പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാനമായ കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ 2 അഭിപ്രായമുണ്ടായി എന്നതാണ്. അതിനെ തുടർന്ന് 989 സമസ്ത കേരള ജമിയത്തിനെ പുനഃസംഘടിപ്പിച്ചു എന്നതാണ്. യഥാർത്ഥത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അടുത്താണ് നീതിയും സത്യവും ഉള്ളത് എന്ന് മനസ്സിലാക്കിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, പള്ളിക്കൽ ബസാർ അടക്കമുള്ള മഹല്ലുകളിലെ ജനങ്ങൾ ആ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരുന്നപ്പോൾ കേവല ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി സംഘടിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്ത മറ്റൊരു വിഭാഗം മറ്റേ വിഭാഗത്തിൻ്റെ ഒപ്പം കൂടുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലുണ്ടായ പ്രശ്നം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തിനു രൂപീകരിച്ചു എന്നതാണ്. എല്ലാവരും ഒരു സകല ഗുലാബിയായി ഒരു മുന്നണിയായി നീങ്ങിയാൽ മതിയായിരുന്നു എങ്കിൽ 1925 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കേണ്ടിയിരുന്നില്ല. അത് രൂപീകരിക്കേണ്ടി വന്നത് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ പറഞ്ഞയച്ച് കൊടുത്തയച്ച പരിശുദ്ധ ഇസ്ലാം, അഥവാ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് തന്നയച്ച ഇസ്ലാം, ആ ഇസ്ലാം യാതൊരു വ്യത്യാസവുമില്ലാതെ പരമ്പരാഗതമായി ആശയാദർശങ്ങൾ ഒന്നിച്ചു ഉറച്ചു നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ വിഷയങ്ങളിലും മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടപെടലുണ്ടായിരുന്നു എന്നല്ല, അവർ ഇടപെടേണ്ടി വന്നു എന്നതാണ് വസ്തുത. കാരണം നേരായ റൂട്ടിലൂടെ ജനങ്ങളെ സഞ്ചരിപ്പിക്കാൻ കഴിവുള്ള വിഭാഗമാണ് പാരമ്പര്യ വിശ്വാസികൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കിയ ഓരോ കാലഘട്ടത്തിലെയും സമൂഹം ആ പണ്ഡിതന്മാരുടെ അവസാനത്തെ വാക്ക് കേട്ടു എന്നതാണ് സത്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ട സമരം പരിശോധിച്ചാൽ നിങ്ങൾ നോക്കൂ. ആ പോരാട്ടത്തിന് വീര്യം പകർന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് മുസ്ലിയാരെ പോലുള്ള പ്രഗത്ഭരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ സമസ്തയുടെ സാരഥികളായിക്കൊണ്ട് തന്നെ ആ ദൗത്യവും ഭംഗിയായി നിർവഹിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് ഈ താൽക്കാലിക സുഖം അത് മാത്രം ആസ്വാദനമായി കണ്ട ആളുകൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് കൊടുത്തയച്ച പരിശുദ്ധ ഇസ്ലാം, ഇങ്ങോട്ട് ആളെ പറഞ്ഞയച്ച് തന്നയച്ച ഇസ്ലാം, ആ ഇസ്ലാമിന് കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഈ മൗലവിമാർ ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഏതൊരു സമയത്താണത്? എല്ലാ വിഷയങ്ങളും മറന്ന് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം. ആ പോരാട്ട ചരിത്രം പരിശോധിച്ചാൽ പള്ളികളിൽ ലൗഡ് സ്പീക്കറിന് പകരം അന്നുപയോഗിച്ചിരുന്ന നഗാര പോലും സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചു എന്ന് കാണാം. ഇശാഖ് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ പള്ളിയിലെ ഉസ്താദ് ജനങ്ങളോട് പറയും, അപശബ്ദങ്ങളോ ആൾപെരുമാറ്റങ്ങളോ കേൾക്കുകയാണെങ്കിൽ നഗാരയടിക്കും, ആ ശബ്ദം കേട്ടാൽ നിങ്ങൾ പള്ളിയിലോട്ട് വരണമെന്ന് പറഞ്ഞു അയക്കുമായിരുന്നു. അങ്ങനെ അസമയത്ത് എന്തെങ്കിലും ആൾപെരുമാറ്റം കണ്ടാൽ അത് ബ്രിട്ടീഷുകാരാണെന്നറിഞ്ഞാൽ പള്ളിയിലെ മുസ്ലിയാർ നഗാരയടിക്കുന്നു. അത് കേട്ടുകൊണ്ട് പരിസരത്തെ മുഅ്മിനീങ്ങൾ പള്ളിയുടെ പരിസരത്തേക്ക് വരുന്നു.
അങ്ങനെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുമ്പോൾ ഈ സമുദായത്തിന്റെ ഉള്ളിൽ പെട്ടുപോയ ചില ആളുകൾ താൽക്കാലിക സുഖത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി ഇസ്ലാമിന് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ പണ്ഡിതന്മാരുടെ ഇടയിൽ രണ്ട് പ്രശ്നമുണ്ടായി. ഒന്ന് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, മറ്റൊന്ന് രാജ്യത്തിന്റെ ഉള്ളിലുള്ള മുസ്ലിങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത ഭിന്നിപ്പ്. ഇത് പരിഹരിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ കോഴിക്കോട് മൂതാക്കര പള്ളിയിൽ അന്ന് മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മൂതാക്കര പള്ളിയിൽ ഒരുമിച്ചുകൂടി വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് അവസാനം നേരായ ദീന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും കേടായതിനെ മാറ്റി നിർത്താനും വേണ്ടി നമുക്കൊരു ജമിയത്തുലമ വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ 1925 സമസ്ത കേരള ജമിയത്തുലമ രൂപീകരിക്കുകയും ചെയ്തു. സമസ്ത കേരള ജമിയത്തുലമ തുടരെയായി 16 സമ്മേളനങ്ങൾ നടത്തിയതായി കാണാം. അതിനുശേഷവും സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ അത് തുടർച്ച ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് ആദ്യമായി സമസ്ത സമ്മേളനം നടത്തുന്ന എടവണ്ണയിലാണ്. പിന്നീട് അതിന് താഴെയുള്ള പണ്ഡിതന്മാരെല്ലാം ഒന്നിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ അബൂബക്കർ മുസ്ലിം അഭിപ്രായം പറഞ്ഞത്. അന്നത്തെ സാഹചര്യത്തിൽ ശംസുൽ ഉലമ അഭിപ്രായം പറഞ്ഞാൽ ആരും അതിനെ എതിർക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും അബൂബക്കർ മുസ്ലിയാരെ മാനിക്കുന്ന ഒരാളുണ്ട്. അത് താജുൽ ഉലമയാണ്. താജുൽ ഉലമയ്ക്ക് ഈക്കയിലുള്ള ബഹുമാനത്തിന്റെ ഗൗരവം എത്രയാണെന്നറിയണോ നിങ്ങൾക്ക്? അദ്ദേഹം വെല്ലൂര് ബാക്കിയാത്തിൽ മുദരിസാണെന്നറിഞ്ഞപ്പോ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരടുത്തുള്ള കിതാബ് ഓത്തു നിർത്തിയിട്ട് മുതവ്വൽ ബിരുദം കിട്ടാൻ വേണ്ടി ഈക്കയുടെ ശിഷ്യത്വം കൂടെ സ്വീകരിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് വെല്ലൂര് ബാക്കിയാത്തിലേക്ക് പുറപ്പെട്ട ആളാണ് മഹാനായ താജുൽ ഉലമ. അവിടത്തേക്ക് പുറപ്പെടാൻ നോക്കിയപ്പോഴാണ് അറിയുന്നത് അബൂബക്കർ മുസ്ലിയാർ അവിടെ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം കോഴിക്കോട് പറമ്പത്ത് ബസാറിൽ ദർസ് ആരംഭിക്കുകയാണ് എന്ന്. അതുകൊണ്ട് തന്നെ മുത്തവ്വലിലേക്കുള്ള യാത്ര നിർത്തിവെച്ചു. 1 വർഷം ഈക്കയുടെ ദർസിൽ ഓതിപ്പടിച്ച ആളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ആ താജുൽ ഉലമ സമസ്തയുടെ ഏത് മീറ്റിംഗിലും മുഷാവറയിലും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ യോഗം ആരംഭിക്കുന്ന ആമുഖ പ്രാർത്ഥന താജുൽ ഉലമ മാത്രമേ നടത്താറുള്ളൂ. കാരണം ഈക്കയും കണ്ണിയത്തും അങ്ങനെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അധ്യക്ഷ വേദിയിൽ 3 ചെയറിടാറുണ്ട്. 1 കണ്ണിയത്ത് വന്നാലിരിക്കാം, 2 അബൂബക്കർ മുസ്ലിയാർ, മറ്റൊന്ന് താജുൽ ഉലമയ്ക്ക്. അങ്ങനെ പരസ്പരം ബഹുമാനമുള്ള സ്നേഹനിധികളായി കഴിയുന്ന താജുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായ പ്രകടനം കഴിഞ്ഞ ശേഷം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, മഹാനായ ശൈഖുന, ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളെ നിങ്ങൾ പഠിപ്പിച്ച ആശയം മുബത്തദീങ്ങളുമായുള്ള ബന്ധവിച്ഛേദനം, അതിന്റെ ഭാഗമായി നമ്മൾ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന കാര്യം അത് നീക്കിക്കളയണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താ പിന്നെ ദീനിന്റെ കഥ? അത് അവിടുന്ന് എന്ത് നിലക്കാണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, ശൈഖുന, അങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് ആ ഭാഗം മാറ്റാൻ പറ്റുകയില്ല എന്ന്. അപ്പോ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ താടി തടവിക്കൊണ്ട് പറഞ്ഞു, എന്നാ പിന്നെ പണിണ്ട്, അടുത്ത കൊല്ലം ബുക്ക് പുതുക്കുമ്പം ആ ബുക്കാണ്ട് ഒഴിവാക്കാൻ നമുക്ക്. നിങ്ങൾക്കുള്ള പ്രശ്നം അഖിലാക്കിൽ നിന്ന് അത് ഒഴിവാക്കാനാണെങ്കിൽ ആ പുസ്തകം നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം, എന്നാലും ആ ആശയം പഠിപ്പിക്കേണ്ടതില്ല. ഈ പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ അജണ്ട ഈക്കയോട് നടപ്പാവുകയാണ്. താജുൽ ഉലമ അതിനെ എതിർക്കുകയാണ്. അതോടുകൂടെ താജുൽ ഉലമയുമായി ഞാൻ വേദി പങ്കിടുകയില്ല എന്ന് സംഘാടകരോട് പറയാൻ തുടങ്ങി. ഇത് പതുക്കെ വലുതാവുകയാണ്. ഈ സൗന്ദര്യപ്പിണക്കം സമസ്തയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഷാബാനു കേസ് വരുന്നത്. അതുപോലെ തന്നെ എറണാകുളം സമ്മേളനം വരുന്നത്. എറണാകുളം സമ്മേളനം SYSന്റേതാണ്. അത് ദക്ഷിണ കേരള കമ്മിറ്റി, പ്രത്യേകിച്ച് തെക്കൻ മേഖലയിലെ പ്രവർത്തകന്മാരുടെ ആഗ്രഹമാണ്. അവിടുത്തെ സംസ്ഥാന സമ്മേളനം
നടത്തണമെന്ന് അതിന് സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി അതിന്റെ സമ്മേളന പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വില്ലേജിന്റെ ഖാദിയാകാൻ പോലും വിവരമില്ലാത്ത ആളാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന് പരസ്യമായി മലയാളത്തിൽ ഹിക്മത്ത് മാസികയിൽ എഴുതിയ അന്തരിച്ചു പോയ ഒരാള് അദ്ദേഹം ആണ് സ്വാഗത സംഘം ഒരു മധ്യ കേരള സമ്മേളനം പ്രഖ്യാപിക്കുന്ന ദേശമംഗലത്ത് വെച്ച് നോക്കൂ. ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ സമ്മേളനം, ആ സമ്മേളനം പ്രഖ്യാപിക്കുമ്പോൾ കേട്ടുകേൾവിയില്ലാത്ത മധ്യസമ്മേളനം, ആ മധ്യസമ്മേളനം പ്രഖ്യാപിക്കുമ്പോൾ ഈക്ക മധ്യസ്ഥൻ. എന്താ ഈക്ക പറയുന്നത്? സമ്മേളനം നമുക്ക് രണ്ടും നിർത്തിവെക്കുക, എന്നിട്ട് SYSന്റെ സമ്മേളനത്തിന് അന്ന് മറ്റൊരു സമ്മേളനം നടത്താം. ആ സമ്മേളനത്തിൽ നിങ്ങളൊക്കെ സമ്മതിക്കണം. നമ്മുടെ പ്രവർത്തകന്മാർ ഷെയ്ഖുന, ഈ സമ്മേളനം ഏതാണ്, ആരാണിത് നടത്തുന്നത്, പ്രസ്ഥാനവുമായതിന് ബന്ധമാണ്, എന്നാലും ഷെയ്ഖുന പറയുമ്പോൾ ഞങ്ങൾ കേട്ടുകൊള്ളാം. ഡേറ്റ് വേണമെങ്കിൽ മാറ്റാം, സ്ഥലം വേണമെങ്കിൽ മാറ്റാം, പക്ഷെ പ്രഖ്യാപിച്ച SYSന്റെ സംസ്ഥാന സമ്മേളനം മാറ്റാൻ അവിടെ നിന്ന് പറയരുത് എന്ന്. ഇതവർക്ക് ഇഷ്ടമായില്ല. നമ്മൾ അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. അവസാനം നിങ്ങൾ നോക്കൂ, ഈക്ക തന്നെ പറഞ്ഞു, രണ്ടു കൂട്ടരും സമ്മേളനം നടത്തിക്കൊള്ളൂ. തീരുമാന ഡേറ്റുകളും സമയവും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്താ അങ്ങനെ ഈക്ക പറയാനുണ്ടായ കാരണമെന്നോ? ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിൽ ഈ ചർച്ച വന്നു. രണ്ട് സമ്മേളനം പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, എന്താ ചെയ്യുക എന്ന്. അത് രണ്ടും ഒരുമിപ്പിക്കാൻ നമുക്കൊരു ശ്രമം നടത്താമെന്ന് ഈക്ക പറഞ്ഞു. ഈക്കന്റെ ശ്രമം എന്താണ്? SYSന്റെ സമ്മേളനം വേണ്ടെന്നാണ്. അതതിൻ്റെ സ്വാഗത സംഘത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളായപ്പോൾ വേറൊരു വിദ്യാഭ്യാസ ബോർഡിൽ ഈക്ക പറഞ്ഞു, നമുക്കതിൽ കൂടിയിരിക്കണം. അതുകൊണ്ട് സ്വാഗത സംഘത്തിൽ നിന്ന് 5 ആള്, SYS സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് 5 ആള്, മധ്യസമ്മേളനത്തിൻ്റെ 5 ആള്, അങ്ങനെ 15 ആളുടെ ഒരു മീറ്റിംഗ് ഫ്രാൻസിസ് റോഡിലേക്ക് നമുക്ക് വിളിക്കാമെന്ന് ഈക്ക നിർദ്ദേശം വെച്ചു. അതങ്ങനെ തന്നെ അംഗീകരിച്ചു. അങ്ങനെ ആ പരിപാടി നടക്കുന്നതിൻ്റെ തലേ ദിവസം ചന്ദ്രികാ പത്രത്തിലും മധ്യസമ്മേളനത്തിന്റെ ചെറിയ കുറിയ മനുഷ്യൻ, അന്തരിച്ചു പോയ മുസ്ലിയാര്, അയാൾ ചന്ദ്രികയിൽ പ്രസ്താവന കൊടുത്തു. എന്താണ് പ്രസ്താവന എന്നോ? മധ്യ കേരള സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഭാരവാഹികൾ 5001 ആള് എന്നാ അവർ പറഞ്ഞത്. ഭാരവാഹികളെല്ലാം ഇന്ന സമയത്ത് സമസ്ത ഫ്രാൻസിസ് റോഡിന്റെ ഓഫീസിൽ എത്തണമെന്ന് ഈക്ക ക്ഷണിച്ചത് 15 പേര്. ആ 15 പേര് 5 പേര് SYSന്റെ സ്വാഗത സംഘം, 5 പേര് സംസ്ഥാന എക്സിക്യൂട്ടീവ് നിന്ന്, 5 പേര് മധ്യക്കാരിൽ നിന്ന്, മധ്യസമ്മേളനത്തിൽ നിന്ന്. എന്നാൽ ഇയാൾ പറയുന്നത് സ്വാഗത സംഘം പ്രവർത്തകന്മാരൊക്കെ വരണമെന്ന്. അന്നേ ദിവസം നിങ്ങൾ നോക്കൂ, ഇതറിഞ്ഞുകൊണ്ട് നമ്മളെ പ്രവർത്തകന്മാരും കുറെ തടിച്ചുകൂടി. ഇവരെ സ്വാഗത സംഘത്തിന്റെ മുഴുവൻ ആളുകളും ഒരുമിച്ചുകൂടി. അവിടെ വലിയ, അല്ലെങ്കിൽ തന്നെ ഫ്രാൻസിസ് റോഡിൽ ലിങ്ക് റോഡ് നമുക്കറിയാല് കുരിശായ റോഡാണ്. അവിടെ വലിയ ജനക്കൂട്ടം രൂപപ്പെട്ടു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഹാജരായി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 10 പേരെ അവിടുന്ന് വിളിച്ചു. കൂട്ടത്തിൽ സയ്യിദ് ബാഫഖ് തങ്ങളെയും വിളിച്ച് അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ തായ് ഭാഗത്തിൽ നിന്ന് ഒരാൾ നേരെ ചട്ടം കെട്ടി നിർത്തിയതായിരിക്കാം. ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഷെയ്ഖുന, നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ പുറത്തുണ്ട്. ആരാണാവോ ഈ ആളെ വിളിച്ചു കൂട്ടിയത്? ഇവർ തന്നെയാണ്. അതുകൊണ്ട് അവിടെ പ്രവർത്തകന്മാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ട്. അതുകൊണ്ട് എന്താണ് ചെയ്യുക? ഈക്ക പറഞ്ഞു, 2 കൂട്ടരും സമ്മേളനം നടത്തിക്കോളൂ, 2 കൂട്ടരും നടത്തിക്കോളൂ, സമാധാനപരമായിരിക്കണം, കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഈക്ക പിരിച്ചുവിട്ടു. അങ്ങനെയാ നമ്മൾ സമ്മേളനം നടത്തിയത്. അല്ലാതെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ വിലക്ക് ലംഘിച്ചുകൊണ്ടല്ല. 2 കൂട്ടരും നടത്താൻ പറഞ്ഞപ്പോൾ നമ്മൾ സമ്മേളനം നടത്തി. ആ സമ്മേളനം നടത്തിയ നേതാക്കന്മാരെ പുറത്താക്കണമെന്ന് ഈ രാഷ്ട്രീയ കക്ഷിക്ക് നിർബന്ധം. എപ്പോഴാണ് അതിൽ തീരുമാനിച്ചതെന്നോ? മഹാനായ സുൽത്താനുൽ ഉലമായ ഉസ്താദ് കുവൈത്തിൽ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമായ പ്രചരിപ്പിക്കുന്നു. അത് നമ്മളെ മനപ്പുറത്ത് വേണ്ട, എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കണം. അങ്ങനെ 1976 കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പട്ടിക്കാടിൽ നിന്ന് പുറത്താക്കി. നമ്മൾ അറിയണം, പഴയകാല ചരിത്രം പുതിയ ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ ഇത് കേട്ടുകേൾവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 1976 കാലഘട്ടത്തിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ പട്ടിക്കാട്ടിൽ നിന്ന് നിഷ്കരുണം പുറത്താക്കി. അദ്ദേഹം പട്ടിക്കാട് നിന്ന് പടിയിറങ്ങുമ്പോൾ മുത്തവ്വിൽ ബിരുദം കിട്ടാനായ 100 കണക്കിന് മുത്തഅല്ലിമീങ്ങളും പട്ടിക്കാട് നിന്ന് പടിയിറങ്ങി. ഈ കുട്ടികളെ നമ്മൾ എവിടെ കുടിയിരുത്തും? അന്ന് ജാമിയ സൈദിയ ഈ രൂപത്തിലായിട്ടില്ല. മർക്കസാണെങ്കിൽ തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ ഈ കെ അബൂബക്കർ മുസ്ലിയാർ തന്നോടൊപ്പം ഇറങ്ങിപ്പന്ന് നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങളുമായി ബുദ്ധിമുട്ടായി. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് എന്ന സ്ഥലത്ത് അദ്ദേഹം ദർസ് കിട്ടി. പട്ടിക്കാടിന് നേരെ അദ്ദേഹം പൂച്ചക്കാട്ടെ മുദരിസായി ചേർന്നു. എന്നാൽ ഇവിടെ സമസ്തയുടെ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കെ അബൂബക്കർ മുസ്ലിയാർ അങ്ങ് മലബാറിന്റെ അങ്ങേ തലക്കൽ കർണാടക സ്റ്റേറ്റിനോട് അടുത്തു നിൽക്കുന്ന കാസർഗോഡിന്റെ ഭാഗത്ത് മുദരിസായി നിന്നാൽ സമസ്തയുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുകയില്ല. മറ്റൊന്ന്, ഈ മുത്തവ്വൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗകര്യത്തിൽ ആ ദർസ് ഉപയോഗപ്പെടുത്താനും കഴിയുകയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്കർ മുസ്ലിയാരെ പിന്തുണക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, അന്ന് കാസർഗോഡ് ജില്ലയില്ല, ഇന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലെ പണ്ഡിതന്മാർ തലപുകഞ്ഞാലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് തുടങ്ങുകയും അദ്ദേഹത്തിന്റെ സ്ഥാപനം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പ്രസിഡന്റായ, അതിന്റെ പ്രിൻസിപ്പളായ അദ്ദേഹം തുടരുകയും ചെയ്തത്. അദ്ദേഹം കോഴിക്കോട്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ എതിർപ്പ് കൂടി. ആ എതിർപ്പ് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ 1983 മലപ്പുറം ജില്ലാ സുന്നി സമ്മേളനത്തിൽ ഈ കെ അബൂബക്കർ മുസ്ലിയാരെ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്ന് ഇവിടെ ചിലർ നിർബന്ധം പിടിച്ചു. മാത്രമല്ല, ഈ കെ അബൂബക്കർ മുസ്ലിയാർ വരികയാണെങ്കിൽ തന്നെ അധ്യക്ഷനാക്കാൻ പാടില്ല, ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് ശഠ്യം പിടിച്ചു. അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തന്നെ ശക്തമായ പ്രവർത്തനം നമ്മൾ തുടർന്നപ്പോൾ എല്ലാ ഒടക്കിന്റെ ശക്തി നിങ്ങൾക്കറിയോ? എത്രയാണ് ഒടക്കുണ്ടായത്? 1981 സമസ്തന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ കാണാം. സമസ്ത 60ാം വാർഷിക സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ ആ സമ്മേളനം നടന്നതെന്നാണെന്നറിയോ? 85-ലാണ്. 81 തീരുമാനിച്ച സമ്മേളനം 85 വരെ നീളാൻ കാരണം ഇടയ്ക്കൊരു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും അതിനെ തുടർന്നുള്ള ലോകസഭാ തെരഞ്ഞെടുപ്പും, അങ്ങനെ 2 മാസത്തെ വൈക്കം. ആ വൈക്കമല്ല, 2000 ആ ഒരു വൈകലല്ല 81 മുതൽ 85 വരെ ഉണ്ടായത്. ഈ പ്രത്യേക രാഷ്ട്രീയ കക്ഷി അങ്ങനെ ഒരു സമ്മേളനം വേണ്ട, അങ്ങനെ ഒരു സമ്മേളനം നടത്തണ്ട, ഇതിനുള്ള പണികൾ എങ്ങനെയാ? കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അദ്ദേഹമാണ് സ്വാഗത സംഘം ചെയർമാൻ. അദ്ദേഹത്തെ തിരിച്ച് ആ സമ്മേളനം എങ്ങനെയെങ്കിലും നിർത്തിവെക്കാൻ, ഒടുവിലത് നിർത്താൻ കഴിയുകയില്ലെന്ന് കണ്ടപ്പോ അതേ ഡേറ്റിൽ ഈ കെ പുറത്താക്കപ്പെട്ട പട്ടിക്കാട് ജാമിയ നൂരിയുടെ സനത് സമ്മേളനം നടത്താനുള്ള തീരുമാനം. ഇങ്ങനെയെല്ലാം ഉടക്കുകളായപ്പോഴും അതിനെതിരെ ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്കർ മുസ്ലിയാരും സ്വാഗത സംഘം സെക്രട്ടറി എന്ന നിലയ്ക്ക് AP ഉസ്താദും ശക്തമായ നീക്കം നടത്തി. സമ്മേളനം നടന്നു. സമ്മേളനം കേരള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സമ്മേളനമായി. അതോടുകൂടെ തന്നെ ഈ പണ്ഡിത സംഘത്തിന്റെ ശക്തി കേരളത്തിലെ സകല മനുഷ്യന്മാർക്കും മനസ്സിലായപ്പോൾ ഇനി ഇത് തകർക്കണമെങ്കിൽ ഈ കെയെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിച്ചത് കൊണ്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ഈ കെ അബൂബക്കർ മുസ്ലിയാരെ അനുനയിപ്പിച്ച് ഈ പക്ഷത്തേക്ക് കൊണ്ടുവരണമെന്ന് അവരാലോചിച്ചു. ഗൂഢമായ ശ്രമം. നിങ്ങൾ നോക്കി, അടുത്ത ദിവസം കോഴിക്കോട് മുതലക്കുളത്ത് മറുഭാഗത്ത് ഉള്ളവർ സ്വാമിക്ക് സ്വീകരണം കൊടുത്തിരുന്നു. എന്തിനാണ് സ്വാമിക്ക് സ്വീകരണം കൊടുത്തത്? സ്വാമി നമ്മുടെ ഒരു വേദിയിൽ വെച്ച് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് വെളിവില്ലെന്ന് പറഞ്ഞു. വെളിവുള്ള നേതാക്കന്മാർ നമ്മുടെ സ്റ്റേജിലും സദസ്സിലുമുണ്ടായതുകൊണ്ട് അത് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതേ സ്വാമിക്ക് മുതലക്കുളത്തൊരു സ്വീകരണം. ആ സ്വീകരണ പൊതുയോഗത്തിലെ മുഖ്യ പ്രസംഗികനായ മുൻ MP അബ്ദുസ്സമദ് സമദാനി പറഞ്ഞു, 30 കൊല്ലം മുമ്പ് ഇതേ മുതലക്കുള മൈതാനി നമ്മളൊരു സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിലേക്ക് ഈ കെ അബൂബക്കർ മുസ്ലിയാരെ കാലുമാറ്റിയത് ഇബ്രാഹിം സുലൈമാൻ സെട്ടുവാണ്, കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അന്ന് വെള്ളിമാട് കുന്നിലേക്ക് വാഹനം പോവുകയില്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ റോട്ടിൽ കാറ് നിർത്തിയിട്ട് നടന്നു പോകുമ്പോൾ ഞാൻ സെട്ട് സാഹിബിനോട് പറഞ്ഞു, ഈ കെയാണ് ആള്, വെറും കയ്യോടെ പോകാൻ പറ്റൂല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകേണ്ടി വരും, കാരണം
കാലുമാറ്റാൻ പോകല്ലേ. അങ്ങനെ ഞങ്ങള് തൊട്ടടുത്ത കടയിൽ നല്ലൊരു പൊതിയും വാങ്ങിയിട്ടാണ് ഇക്കെ കാലുമാറ്റിയതെന്ന് അബ്ദുസ്സമദ് സമദാനി സ്വാമി സ്വീകരണ സമ്മേളനത്തിന് മുതൽക്കുളത്ത് വെച്ച് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായി നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കെ അബൂബക്കർ മുസ്ലിയാരെ കാലുമാറ്റി ലക്ഷ്യം നേടുക എന്നിവർ തീരുമാനിച്ചു. അതിന് ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടായി. എന്താണ് അതിന് കാരണമുണ്ടായതെന്നല്ലേ? മഹാനായ കെ അബൂബക്കർ മുസ്ലിയാർ ഒന്നുകിൽ അദ്ദേഹം വയോവൃദ്ധനായതുകൊണ്ട് സഹിച്ച് പൊറുതിമുട്ടി വീര്യം പോയത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും കുത്തിത്തിരിപ്പിൽ പ്രായാധിക്യം കൊണ്ട് പെട്ടുപോയതേക്കാം. എന്തായാലും അദ്ദേഹത്തിന് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. അതുവരെയും അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? 1984-85 കാലഘട്ടങ്ങളിൽ ഷാബാനു കേസ് വന്നപ്പോഴും അതിനെ തുടർന്ന് ഇവിടെ വിവിധ സമുദായ വിരുദ്ധ സംഘടനകൾ മുബത്തദീങ്ങൾ ഐക്യസമ്മേളനം നടത്തിയപ്പോഴും അതിലേക്കൊക്കെ ക്ഷണിച്ചുകൊണ്ട് സമസ്തയ്ക്ക് വന്ന ലെറ്ററിനെ ചവറ്റുകൊട്ടയിലാണ് ഈക്ക സ്ഥാനം നൽകിയിരുന്നത്. ഈക്കയുടെ പ്രഖ്യാപനം എന്താണ്? ആദ്യം ഞങ്ങൾ സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കുകയും അതിന്റെ ശേഷമേ നിങ്ങളുമായി വേദി പങ്കിടുകയുള്ളൂ എന്നാണ് ഈക്ക പറഞ്ഞിരുന്നത്. എത്രയോ തവണ സമസ്ത പറഞ്ഞിട്ടുണ്ട്, സമസ്തയുടെ ഔദ്യോഗിക ലെറ്റർ പേരിൽ എഴുത്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതേ ബഹുമാന്യനായ ഈക്ക അബൂബക്കർ മുസ്ലിയാർ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു മീറ്റിംഗിൽ തീർത്തും അപ്രത്യക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തി. നമ്മുടെ 4ാം ക്ലാസ് പാഠപുസ്തകം അഖിലാക്കിൽ പഠിപ്പിച്ചു വരുന്ന മുജാഹിദ് ജമാഅത്ത് പോലുള്ള പുത്തൻ പ്രസ്ഥാനക്കാരുടെ സലാം പറയരുത്, അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന ഭാഗം അത് നമ്മളെ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റണം എന്ന് ഈക്കെ യാതൊരു പ്രശ്നവുമില്ലാത്തൊരു സമയത്താണ് പറയുന്നത്. സദസ്സ് നിശബ്ദമായി. ആരാ സദസ്സിലുള്ളത്? അധ്യക്ഷൻ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയാണ്. തൊട്ടടുത്ത ചെയറിൽ നൂറുൽ ഉലമാ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാരാണ്. എ കെയോട് ചേർന്നിരിക്കുന്ന സുൽത്താനുൽ ഉലമാ എ.പി. അബൂബക്കർ മുസ്ലിയാരാണ്.